വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ടീം ഡി gets +10 on bouncing and team G gets a +10 on bouncing. So next question team H നാണ് വരിക. സോ ഈ ആൻസർ പറഞ്ഞത് G ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം H നോടാണ്. Okay. Zencast is a new AI tool developed by Google DeepMind. By using this AI tool, Google can provide some accurate information to the people and they can plan their weekends, outings, etc. What unpredictable information is being provided by Zencast? The person is the image, is the CEO, in the image is the CEO and co-founder of DeepMind and the AI advisor for the UK government. Who is this person who jointly won 2024 Nobel Prize in Chemistry? അതായത് ജെൻകാസ്റ്റ് എന്ന് പറയുന്നത് റീസെന്റ് ലോഞ്ച് ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസംബറിൽ ലോഞ്ച് ചെയ്ത ഒരു AI ടൂളാണ്. ഗൂഗിൾ ഡീപ് മൈൻഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു AI ടൂൾ ഉള്ളത്. സോ വാട്ട് അൺപ്രഡിക്റ്റബിൾ ഇൻഫോർമേഷൻ. ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, അവരുടെ വീക്കെൻഡ്സും ഔട്ടിങ്സും എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. സോ എന്തായിരിക്കും ആ ഒരു ജെൻകാസ്റ്റ് എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ ആണ് കൊടുക്കുന്നത്? ഓക്കെ, സെക്കൻഡ് പാർട്ട് സർനെയിം ഈസ് ഇനഫ്, ഇമേജ് ഉണ്ട്, 2 പാർട്ട് ഉണ്ട്. സോ ഫസ്റ്റ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ജെൻകാസ്റ്റ് എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പുള്ളിയാണ് ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ഓണർ, CEO. സോ ഇദ്ദേഹത്തിനാണ് 2024 കെമിസ്ട്രി നോബൽ കിട്ടിയിട്ടുള്ളത്. ആരാണ് ഇദ്ദേഹം എന്നാണ് സെക്കൻഡ് പാർട്ട്. ഒരെണ്ണം ബൗൺസ് ചെയ്യുകയാണെങ്കിൽ 2 ഇടാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരെണ്ണം ശരിയായിട്ട് മറ്റേ തെറ്റിക്കഴിഞ്ഞാൽ -5. 2 കറക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബൗൺസ് ചെയ്യാം. ഓക്കെ, ടീം ബി ബൗൺസ്. റിലേറ്റഡ് ഇൻ ദി സെൻസ് ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ആണോ ജെൻകാസ്റ്റ് ആൻഡ് ഗൂഗിൾ ഡീപ് മൈൻഡ് CEO ആണ് സെക്കൻഡ് പാർട്ട്. 2 പാർട്ടുകളാണ്. ഫസ്റ്റ് ജെൻകാസ്റ്റ് എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് ഹു ഇസ് ദ CEO. പൗൺസ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും? ഓക്കെ, പൗൺസ് ക്ലോസ്ഡ്. ഡയറക്റ്റ് ടു ടീം H. വെതർ ഫോർകാസ്റ്റിംഗും ഡെമി ഹസനബി. First part. Okay, I will give it to you. Okay, team H get a +10 answer. So it is Demis Hasanabis. Yeah, pronunciation mistakes. Weather forecasting ആണ് ജെൻകാസ്റ്റ്. So cast means forecasting. Second part is Demis Hassabis. So team H get a +10 and team get a +10 on pounds. So B ക്കും H നും +10. So next question team A ക്കാണ് വീണ്ടും വരിക. H ആണ് ആൻസർ പറയുന്നത്. So moving to next question. The X, many a child's favorite toy, was made by naval engineer Richard James. While designing a meter to measure power on battleships, he dropped one of the tension springs he was working with. As it bounced around the floor, he realized its potential as a toy. In 1946, it was introduced at the American Toy Fair and became an instant hit by selling the first 400 units in 19 minutes. Which toy am I talking about? അതായത് 1940s ഒരു നേവൽ എഞ്ചിനീയർ ആയിരുന്ന റിച്ചാർഡ് ജെയിംസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സാധനം കണ്ടുപിടിച്ചത്. ഇദ്ദേഹം ഇത് ടോയ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ബാറ്റിൽ ഷിപ്സിന്റെ പവർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. ഈ സാധനം ഇദ്ദേഹം നിലത്തിട്ടപ്പോൾ അത് ആ ഒരു സ്പ്രിങ്ങിലെ ടെൻഷൻ കാരണമാണ് അത് തിരിച്ച് ബൗൺസ് ചെയ്ത് വന്നത്. സോ ഇതിൽ നിന്നാണ് പുള്ളിക്ക് മനസ്സിലായത്, ഇതൊരു ടോയ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ എന്നുള്ളത് തോന്നൽ വന്നത്. അതിനെ തുടർന്ന് 1946 പുള്ളി ഇതൊരു അമേരിക്കൻ ടോയ് ഫെയറിൽ ഒരു ടോയ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യുകയാണ്. അതുവഴി ആദ്യത്തെ 90 മിനിറ്റ് തന്നെ 400 യൂണിറ്റ്സ് വിറ്റുപോയി. സോ ഏത് ടോയ് എന്നാ വേണ്ടത്? ടെൻഷൻ സ്പ്രിങ്സ് ഇസ് എ ബിഗ് ക്ലൂ. ടെൻഷൻ സ്പ്രിങ്സ്. ടീം H ബൗൺസി. ഓക്കെ, പൊങ്ങി വരും ഇൻ ദ സെൻസ് അന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് ആക്ച്വലി താഴെ വീണപ്പോൾ അത് ബൗൺസ് ചെയ്ത് വന്നു. അതുവഴിയാണ് പുള്ളിക്ക് മനസ്സിലായത് സെറ്റോയി. ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ?
ടീം എച്ച് ഓൾറെഡി ബൗൺസ് ചെയ്തു. മെഷർ ചെയ്യാനായിരുന്നു യൂസ് ചെയ്തത്. ഇപ്പൊ ഇറ്റ്സ് എ ടോയ്. മെക്കാനിക്കൽ സ്പ്രിങ്സ് ആയിരുന്നു. സോ ബി ഇ എച്ച് ആണ് ഇപ്പൊ ബൗൺസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ട് ടു ബൗൺസ് ക്ലോസ്, ഡയറക്ട് ടു ടീം എ. സ്പ്രിംഗ് ആയി തന്നെ ഉണ്ട്. സ്പ്രിംഗ് പാസിംഗ് ടു ടീം സി. യോയോയാണ് ബിയും എച്ചും ഇയും ബൗൺസ് ചെയ്ത്. ഇറ്റ്സ് എ റോങ് ആൻസർ. സോ ടീം ബി ഇ ആൻഡ് എച്ച് ഗെറ്റ്സ് എ -5. ബി ഇ ആൻഡ് എച്ച്. പിന്നീട് ഫിഗേഴ്സ് നോട്ട് ആൻസർ. സ്ലിംഗി. സോ എല്ലാവരും യോയോ ആണ് റൂട്ടിലോട്ട് പോയത്. സ്കോർ മാർക്ക് ചെയ്തില്ലേ? സോ മൂന്ന് ടീംസിന് -5 ആണ്. ടീം ബി ഇ ആൻഡ് എച്ച്. സോ അഗൈൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ. In 1972, Bajaj honored a historical person, a person in quotes, not an actual person, who died in a battle of 1572 by naming their new series of scooters. Soon after the release, it ruled the Indian market for the next 35 years. Which scooter? That's another part. In the year 2016, Bajaj introduced Bajaj V in Indian market as a tribute to something that scrapped in the year 2014. The company recycled some of the metal parts and used in the manufacturing of the new motorcycle. What was the source of these recycled metals for Bajaj V? Okay. അതായത് ഇതിലെ ഫസ്റ്റ് പാർട്ടില് 1972 ബജാജ് ഇറക്കിയ ഒരു സ്കൂട്ടറിന്റെ നെയിമാണ് വേണ്ടത്. ഈ സ്കൂട്ടറിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കുള്ള ട്രിബ്യൂട്ട്. ഒരാളെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ആക്ച്വൽ പേഴ്സൺ, ബട്ട് 1972 നടന്നൊരു ബാറ്റിൽ മരിച്ചുപോയൊരു ആളോടുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന പോലെയാണ് ഈ സ്കൂട്ടറിന് ബജാജ് ആ പേര് കൊടുത്തത്. ആൻഡ് സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് ആ സ്കൂട്ടറിന്റെ പേരെന്താണെന്നാണ് വേണ്ടത്. ആൻഡ് സെക്കൻഡ് പാർട്ട് ബജാജ് വി എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ, ഒരു ബൈക്ക് 2016 ബജാജ് റിലീസ് ചെയ്തിരുന്നു. ഈ ബജാജ് വിയുടെ വിയും ഇറക്കിയിട്ടുള്ളത് വേറെ എന്തോ ഒരു സംഭവത്തോടുള്ള ട്രിബ്യൂട്ട് ആയിട്ടാണ്. 2014 സ്ക്രാപ്പ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവത്തോടുള്ള ട്രിബ്യൂട്ട് എന്നുള്ള ഇറക്കിയാണ് ബജാജ് വി അവർ ഉണ്ടാക്കിയത്. ആ സ്ക്രാപ്പ് ചെയ്തതെന്ന് ആണ് ഇവര് കുറച്ച് മെറ്റൽസ് റീസൈക്കിൾ ചെയ്തിട്ട് ബജാജ് വി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ട്രിബ്യൂട്ട് കാണിക്കാൻ വേണ്ടിയാണ് ബജാജിന്റെ കൂടെ വി എന്നുള്ള പേരിട്ട്. അതുകൊണ്ടാണ് ബൈക്കിന് വി എന്നുള്ള പേരിട്ട്. സോ രണ്ട് പാർട്ട് വേണം. ഒന്ന് ബജാജിന്റെ സ്കൂട്ടർ എന്താണ്, സെക്കൻഡ് പാർട്ട് ബജാജ് വിയുടെ വി എന്താന്ന് കിട്ടുന്നത്. സോ നിലവിൽ ടീം ബി ഡി ആൻഡ് എച്ച് പൗണ്ട്സ്. ആരെങ്കിലും പൗണ്ട്സ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പൗണ്ട്സ് ക്ലോസ്. ഡയറക്റ്റ് ടീം എ. First to team A. Chetak and INS Vikrant. So 1572 ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി എന്ന് പറഞ്ഞ രാജസ്ഥാനിൽ നടന്ന യുദ്ധത്തിൽ മരിച്ചുപോയ റാണ പ്രതാപിന്റെ കുതിരയുടെ പേരാണ് ചേതക്ക്. സോ ഇതിന് ട്രിബ്യൂട്ട് ആയിട്ടാണ് ബജാജ് ചേതക്ക് എന്ന സ്കൂട്ടർ ഇറക്കിയത്. സെക്കൻഡ് പാർട്ട് INS വിക്രാന്ത്, ഇന്ത്യൻ നേവിയുടെ ബാറ്റിൽ ഷിപ്പ് ആയിരുന്നു. ഈ എയർക്രാഫ്റ്റ് കാരിയർ 2014 സ്ക്രാപ്പ് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ബജാജ് വി എന്നുള്ള ബൈക്ക് ഉണ്ടാക്കിയത്. So moving to next question. Points. Okay. Team B, D and H gets +10 and team A gets a +10 on bones. A, B, D and H. Score. Okay. A, B, D and H. Next question. Punnatur Raja, the Samant of Samuran of Calicut, brought an oil trading Christian family to Kottapadi from Palayur near Guruvayur and made them the authority to collect tax. During the 17th century, hence the family got its
Hence the family got its current name. In the year 1980, the family entered into gold business and it gradually expanded all over Kerala. Which jewelry group am I talking about? അതായത് 17ാം നൂറ്റാണ്ടില് കോഴിക്കോട് സാമൂതിരിമാരുടെ സാമന്തരായിട്ടുള്ള പുന്നത്തൂർ രാജ തൃശ്ശൂരിലെ ഗുരുവായൂരിനടുത്തുള്ള ഈ സ്ഥലത്ത് പാലയൂരിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ഫാമിലിയെ, അന്ന് ഓയിൽ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലിയെ മലപ്പുറത്ത് ഉള്ള കോട്ടപ്പടിയിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവരെ അവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സോ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന് ആ ഫാമിലിക്ക് ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. 17th സെഞ്ചുറിയിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ഇവരുടെ ആയതുകൊണ്ടാണ് ഈ ഫാമിലിക്ക് ഈ ഒരു നെയിം കിട്ടിയത്. സോ ഇവര് 1918 മുതൽ ഗോൾഡ് ബിസിനസ്സിലോട്ട് ഇറങ്ങി. ഇന്ന് ഏകദേശം 100 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഈ ഒരു ഫാമിലി. സോ ഏത് ഫാമിലി എന്നാണ് കളക്ടർ ഓഫ് ടു കളക്ട് ടാക്സ് ഈസ് എ ബിഗ് ഗ്രൂപ്പ്. ബീഡനാണ് ടോൺസ് ചെയ്യുന്ന ഓക്കെ ഓക്കെ എയും എച്ചും ബൗൺസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ? ടു കളക്ട് ടാക്സ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ Phones lost, direct to TV. ചുങ്കത്ത്. Jewelry is the correct answer. To collect tax, tax in മലയാളത്തിൽ പറയുന്ന പേരാണ് ചുങ്കം. ചുങ്കം കളക്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇവരെ ചുങ്കത്ത് ഫാമിലി ആയി, പിന്നീട് ചുങ്കത്ത് ജ്വല്ലറി ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തു. സോ ടീം എ, ബി ആൻഡ് എച്ച് ഗെറ്റ് എ +10 and team D gets a -5. ടീം ഡി ആലപ്പാട്ട് നിന്നായിരുന്നു ഫോൺസ് ചെയ്ത്. സ്കോർ ഒക്കെ അല്ലേ? Team A, B and H get a +10 and team D got a -5. Moving to science question. Blank Mills was one of the India's oldest textile mill, established by a well-known family in Ahmedabad in the year 1888. The mill was named after their major raw material and a fabric named after a city. The mill became part of the national movement and it was closed in the late 1990s. What is the name of the fabric or the mill? Ambalal Blank was the person who established the mill. The youngest son of Ambalal is considered as one of the makers of modern Indian mill. ഇതിൽ 2 പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദില് 1888 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മില്ലിന്റെ പേരാണ് എനിക്ക് വേണ്ടത്. ഈ മില്ലിന്റെ പേര് എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കിന്റെ പേരിൽ നിന്നാണ്. ഈ ഫാബ്രിക്കിന്റെ പേരും മില്ലിന്റെ പേരും സെയിം ആണ്. ഈ ഫാബ്രിക്കിന്റെ പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിയിൽ നിന്ന് ആണ് ഈ ഒരു ഫാബ്രിക്കിന് നെയിം കിട്ടിയിട്ടുള്ളത്. ഒരു 6 ലെറ്റർ ആണ് ഈ ഒരു ഫാബ്രിക്കിന്റെ നെയിം. സോ ഒരു സിറ്റിയുടെ പേരിൽ നിന്ന് നെയിം കിട്ടിയിട്ടുള്ള ഒരു ഫാബ്രിക് മെറ്റീരിയൽ ഓർ തുണിത്തരം, അതിന്റെ പേരാണ് ആ മില്ലിന്. സോ ഫസ്റ്റ് പാർട്ട് ഏതാണ് ഈ ഫാബ്രിക്. സെക്കൻഡ് പാർട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത ഫാമിലി എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അഹമ്മദാബാദില്. ഈ ഫാമിലിയില് അംബാലാൽ ആൻഡ് ബ്ലാക്ക്, അംബാലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പുള്ളിയുടെ ഫാമിലി നെയിം കിട്ടിയാൽ മതി. ഈ പുള്ളിക്കാരന്റെ യങ്ങസ്റ്റ് സൺ ഇന്ത്യയുടെ ആധുനിക ഭാരതത്തിന്റെ മേക്കേഴ്സിൽ ഒരാളായിട്ട് കണക്കാക്കുന്ന ഒരു പേഴ്സൺ ആണ്. ടൈം ലൈൻ ഹെൽപ്ഫുൾ ആണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. 8 ലെറ്റർ സർനെയിം, ഫസ്റ്റ് പാർട്ടില് 6 ലെറ്റർ ഫാബ്രിക് നെയിം. -3. ഡയറക്റ്റ് ടീം സി ആണ്. ലാസ്റ്റ് ആൻസർ ബി ആണ് പറയുന്നത്. സോ ആരെങ്കിലും കൗൺസ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ പറയുന്നത്? നെയിംഡ് ആഫ്റ്റർ ഇന്ത്യൻ സിറ്റി ആണോ എന്നാണ് ചോദിച്ചത്. ക്ലൂ ആയിട്ട് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, ഇന്ത്യൻ സിറ്റി. ഇന്ത്യൻ സിറ്റിയുടെ പേരിൽ നെയിം ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക്കില് 6 ലെറ്റർ ആണ് ആ ഫാബ്രിക്കിന്റെ നെയിം. ആ പേരാണ് എനിക്ക് വേണ്ടത് ഫസ്റ്റ് പാർട്ടില്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അംബാലാൽ ബ്ലാങ്ക്. ആ ബ്ലാങ്ക് എന്താണെന്നാണ് സെക്കൻഡ് പാർട്ട് കിട്ടുന്നത്. ഈ അംബാലാലിന്റെ യങ്ങസ്റ്റ് സൺ മോഡേൺ ഇന്ത്യയുടെ മേക്കേഴ്സിൽ ഒരാളാണ്. നോ, അതൊരു ബ്രാൻഡ് എന്നുള്ള രീതിക്കല്ല നമുക്കറിയുന്നത്. ഇതൊരു ഈ യങ്ങസ്റ്റ് സണ്ണിന്റെ പേരിലാണ് ഈ ഫാമിലി അത്ര ഫേമസ് ആയിട്ടുള്ളത്. അതേപോലെ ആ ഒരു ഫാമിലി നെയിം, ആ ഫാമിലി തന്നെ വേറെ ഒരുപാട് പേര് ഇതേപോലെ പ്രശസ്തരായിട്ടുണ്ട്.
ആ ഫാമിലിയിൽ വേറെ ഒരുപാട് പേർ സെയിം സർനെയിം വെച്ച് ഫേമസ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തി ഈ അംബാലാലിന്റെ NS എന്നാണ്. അത് പറയാൻ പറ്റില്ല. ആരെങ്കിലും പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടോ? ഈ അംബാലാലിന്റെ ഫാമിലി ഒരുപാട് പേര് പല ഫീൽഡിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, പൗൺസ് ക്ലോസ് ടീം സിയുടെ ഡയറക്ടറാണ്. Okay, passing to team D. Calico, Sarabhai. Plus 10 to team D. This Calico, named after Calicut. Calicut എന്നുള്ള കോട്ടൺ ഫാബ്രിക് ആയിരുന്നു കാലിക്കോ. ഈ പേരിലാണ് അംബാലാൽ സ്റ്റാർട്ട് ചെയ്ത മില്ലിന് പേരിട്ട്. ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് വിക്രം സാരാഭായ്, എൻ 8 letter സർനെയിം. ആൻഡ് ഇന്ത്യയുടെ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ട് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സോ ടീം ഡി ഗെറ്റ്സ് +10, ബാക്കിയൊന്നും പോയിന്റ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്ടർ ടീം ഇ. ഓക്കെ, 8th one. Terraplane is an express courier service started in 2023 by an entity based in Kerala. Through the courier service, they earned around 10 lakhs every month, even in their debt situation. Which entity? കേരളത്തിലുള്ള ഏതോ ഒരു എൻറ്റിറ്റിയാണ് ഈ ഒരു കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ടെറാപ്ലെയിൻ എന്നാണ് ഇതിന്റെ പേര്. ഈ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ഒരു എൻറ്റിറ്റിക്ക് ഈ ഒരു കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്തതിലൂടെ ഏകദേശം എല്ലാ മാസവും 10 ലക്ഷത്തിനടുത്ത് വരുമാനം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. They earned around 10 lakhs every month, even in their debt situation. Team B. Okay. Color scheme not helpful. ബാക്കി ടെക്സ്റ്റിൽ അത്യാവശ്യം ഹെൽപ്ഫുൾ ആണ്. An entity based in Kerala and even in their debt situation. Team D bouncing. Okay. Express Courier. Team B, D and H bounce. Okay, വേറെ ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ? Fine. Bounce cross, direct to DP. DTDC എന്നൊരു കൊറിയർ സർവീസാണ്. Team B, D and H got correct answer. So B, D and H gets +10. Audience എന്തെങ്കിലും ആൻസർ ഉണ്ടോ? An express courier service even in their debt situation. It was started by KSRTC. KSRTCയുടെ എക്സ്പ്രസ് കൊറിയർ സർവീസിന് വരാൻ ടെറാപ്ലെയിൻ. അവരുടെ ഡെപ്റ്റ് സിറ്റുവേഷൻ പോലും മാസം 10 ലക്ഷത്തോളം വരുമാനം അവർക്ക് കൊറിയർ സർവീസ് വഴി കിട്ടിയിട്ടുണ്ട്. പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9th one. In 1989, Air India introduced a different color scheme from the red and white color scheme which was common in 1960s. It included a metallic gold spinning wheel on a deep red colored tail. The first aircraft to undergo this change was a Boeing 747 flight named after a great South Indian king who reigned his empire during 11th century. Who? Second part. The metallic gold spinning wheel was a modification on Air India's old logo which was inspired from a 13th century Indian monument. Which monument? അതായത് 1989 എയർ ഇന്ത്യ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു കളർ സ്കീം, റെഡ് ആൻഡ് വൈറ്റില് ഒരു കളർ സ്കീം ചൂസ് ചെയ്യുന്നത്. ഇത് 1960കളിൽ സാധാരണയായിട്ട് ഉണ്ടായിരുന്നതിനൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇന്ന് കാണുന്ന ടൈപ്പിലുള്ള ഒരു കളർ സ്കീം വന്നവര് സെറ്റ് ചെയ്തത്. ഈ ഒരു കളർ സ്കീം പ്രകാരം ഒരു മെറ്റാലിക് ഗോൾഡ് സ്പിന്നിംഗ് വീല് അവരുടെ ബാക്കിലുണ്ട്. ഇമേജ്. സോ ഇതുപോലെ ഒരു മെറ്റാലിക് ഗോൾഡ് കളറിലുള്ള ഒരു സ്പിന്നിംഗ് വീല് അവരുടെ റെഡ് കളറിന്റെ ടൈലിൽ വെച്ചിട്ടുണ്ട്. ഇത് 1989 ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ അവർ ആദ്യമായിട്ട് എടുത്തത് ഒരു ബോയിങ് 747 ഫ്ലൈറ്റിലാണ് ഇവർ ആദ്യമായിട്ട് എയർ ഇന്ത്യ ഇങ്ങനെ സംഭവം ചെയ്തത്. ഈ ബോയിങ് 747 ഫ്ലൈറ്റിന് അവർ കൊടുത്തിരുന്ന പേര്, അല്ലെങ്കിൽ എയർ ഇന്ത്യ യൂഷ്വലി 1960s മുതൽ അറൌണ്ട് 2000s വരെ അവരുടെ വിമാനങ്ങൾക്ക് കൊടുത്തിരുന്ന നിക് നെയിം എന്ന് പറയുന്നത് ഇന്ത്യൻ കിങ്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മോനുമെന്റ്സിന്റെ ഒക്കെ പേരായിരുന്നു. സോ അതുപോലെ 1989 ഈ ബോയിങ് 747 എയർ ഇന്ത്യ കൊടുത്തിരുന്ന പേര് 11th സെഞ്ചുറിയിൽ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു കിങ്ങിന്റെ പേരായിരുന്നു. അത് ആരാന്നാണ് ഫസ്റ്റ് പാർട്ട്.
സെക്കൻഡ് പാർട്ട് ആ ഇമേജിലുള്ള ഈ ഇമേജിലുള്ള മെറ്റാലിക് ഗോൾഡൻ കളർ വീല്. ഈ വീല് അവരുടെ പഴയ ലോഗോയുടെ ഒരു മോഡിഫിക്കേഷൻ ആയിരുന്നു. ഈ പഴയ ലോഗോ ഡിസൈൻ ചെയ്തത് വേറെ എന്തോ ഒരു 13th സെഞ്ചുറിയിലെ മോന്യുമെന്റിൽ നിന്നാണ് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സാധനം ഡിസൈൻ ചെയ്തത്. സോ സെക്കൻഡ് പാർട്ട് ഈ ലോഗോയ്ക്ക് ഇൻസ്പിറേഷൻ ആയ 13th സെഞ്ചുറിയിലെ മോന്യുമെന്റ് എന്താണെന്നാണ് വേണ്ടത്. ഓക്കെ, കിങ്ങിലേക്ക് ആരോടും ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ സൗത്ത് ഇന്ത്യൻ കിങ്. ഓക്കെ, ആൻഡ് ആ ഒരു എംപയറിൽ അത്യാവശ്യം മോസ്റ്റ് ഫേമസ് എന്ന് ഹിസ്റ്റോറിക്കലി മോസ്റ്റ് ഫേമസ് എന്ന് പറയപ്പെടുന്ന രാജാവ് ഇദ്ദേഹമാണ്. പക്ഷെ അല്ലാതെ പോപ്പ് കൾച്ചർ വഴി ഈ വ്യക്തിയെ നമുക്ക് അറിയില്ല. പോപ്പ് കൾച്ചർ വഴി നമുക്ക് അറിയുന്ന ആള് വേറെയാണ്, അത് ഈ പുള്ളിയുടെ അച്ഛനാണ്. സോ വേണ്ടത് ഹിസ്റ്റോറിക്കലി ഈ വ്യക്തിയാണ് മോസ്റ്റ് ഫേമസ് പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്നത്. ഈ പുള്ളിയുടെ അച്ഛനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് വേണ്ട പുള്ളിയുടെ അച്ഛനല്ല, ഈ പുള്ളി വേണ്ടത്. ഓക്കെ, സെക്കൻഡ് പാർട്ട് ആ സ്പിന്നിങ് വീല് ഏത് മോന്യുമെന്റിൽ നിന്നാണെന്നാണ്. ടീം എച്ച് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ടീം ഇ. സോ ടീം ഡി ബൗൺസിങ്. ഓക്കെ, ടീം എച്ചും ഡിയും ബൗൺസ് ചെയ്തിട്ടുണ്ട്. പോപ്പുലർ നെയിം ഇട്ടാലും മതി. ഞാൻ പറയും പോപ്പ് കൾച്ചർ വഴി അറിയുന്ന വ്യക്തി ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന്റെ അച്ഛനാണ്. സോ എനി ദിസ് പേഴ്സൺ പോൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, വേറെ ആരും പോൺസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പോൺസ് ക്രോസ് ഡയറക്റ്റ് ടീം ഇ. ഛത്രപതി ശിവജി ജന്തർ മന്തർ. തെറ്റാണോ ശരിയാണോ ഞാൻ പറഞ്ഞിട്ടില്ല. കൊണാർക്കിലെ സൺ ടെമ്പിളിലെ രഥചക്രം. ഫസ്റ്റ് ഗംഗൈ കൊണ്ട ചോള. Will get you +10. So this is രാജേന്ദ്ര ചോള ഓർ ഗംഗൈക്കൊണ്ട ചോള. പുള്ളിയായിരുന്നു 11th സെഞ്ചുറിയിലെ. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പൊന്നിയൻ സെൽവൻ. അത് പറഞ്ഞു പോപ്പ് കൾച്ചർ വഴി നമുക്ക് അറിയുന്നത് ഇദ്ദേഹത്തെ അല്ല, പക്ഷെ ഹിസ്റ്റോറിക്കലി ഇദ്ദേഹമാണ് ചോള എംപയറിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കിങ്. ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് കൊണാർക്ക് സൺ ടെമ്പിൾ. സോ ടീം ബി, ഡി ആൻഡ് എച്ച് ഗെറ്റ് എ +10. ബാക്കി ആർക്കും പോയിന്റ് ഇല്ല. ടീം ബി, ഡി ആൻഡ് എച്ച് പോയിന്റ്സ് ആയിട്ടില്ലേ? Moving to next question. Here only last question. In year 2012, Pavel Durov, the founder of the social network site VKontakte or VK.com, celebrated the 309th anniversary of a non-capital city in Eastern Europe, where they are based by tossing paper airplane carrying 5,000 regional currency notes out the building window. The workers folded the paper airplanes and inserted the bills worth about $155 each and had to stop when violence erupted in the eager crowd below. Which city? Second part, in 2013, he and his older brother Nikolai Durov developed a social media platform from the same country. It is said to be that the logo for this platform was inspired by the above mentioned story. Which controversial platform? അതായത് 2012 പാവൽ ഡുറോവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പുള്ളി വി കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടറാണ്. ഇദ്ദേഹം പുള്ളിയുടെ കമ്പനി ബേസ് ചെയ്തിരിക്കുന്ന സിറ്റി ഒരു ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ഒരു നോൺ ക്യാപിറ്റൽ സിറ്റിയാണ്. ഈ സിറ്റിയുടെ 309ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് പേപ്പർ പ്ലെയിൻസ് മടക്കിയിട്ട് പുറത്തോട്ട് എറിഞ്ഞു. അതിന്റെ ഇമേജ് ഉണ്ട്. ഓക്കെ, പുള്ളി അവരുടെ ആ കമ്പനിയിലുള്ള വർക്കേഴ്സും കൂടി ചേർന്നിട്ട് ഇതുപോലെ കുറെ പേപ്പർ പ്ലെയിൻസ് പുറത്തോട്ട് എറിഞ്ഞു. ഈ പേപ്പർ പ്ലെയിൻസിൽ ഏകദേശം നോട്ടുകൾ വെച്ചിട്ടായിരുന്നു, അവിടുത്തെ ലോക്കൽ കറൻസി വെച്ചിട്ടായിരുന്നു ഇവർ ഈ സംഭവം പുറത്തോട്ട് വിട്ടിരുന്നത്. ഇത് ഏകദേശം എല്ലാ കറൻസി ഒരു $155 വരുന്ന കറൻസി ഉണ്ടായിരുന്നു ഇതില്. $155 വില വരുന്ന കറൻസി, നോട്ട് ഡോളർ. ഓക്കെ, ക്വസ്റ്റ്യൻ. സോ ഏത് സിറ്റിയുടെ 309ാമത്തെ വാർഷിക ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. ഇതൊരു ഈസ്റ്റേൺ യൂറോപ്പിലുള്ള നോൺ ക്യാപിറ്റൽ സിറ്റിയാണ്.
അതേപോലെ പാവൽ ഡുറോ എന്നുള്ള നെയിം വളരെ ഹെൽപ്ഫുൾ ആണ്. പാവൽ ഡുറോ എന്നുള്ള നെയിം ഏത് കൺട്രി ആയിരിക്കും എന്ന് ആലോചിക്കുക. ആൻഡ് ഇൻ കേസ് ഫസ്റ്റ് പാർട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് വഴി ഫസ്റ്റ് പാർട്ട് എഴുതാൻ പറ്റും. സെക്കൻഡ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 2013 പുള്ളിയുടെ എൽഡർ ബ്രദർ ആയിട്ടുള്ള നിക്കോളായ് ഡിറോവിന്റെ കൂടെ ഇവര് വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാണ്. അതും സെയിം കൺട്രിയിൽ സെയിം സിറ്റി ബേസ് ചെയ്തുകൊണ്ട്. ഈ ഒരു രണ്ടാമത് തുടങ്ങി 2013 സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ലോഗോയ്ക്ക് ഇൻസ്പിറേഷൻ ആയത് ആ പേപ്പർ പ്ലെയിൻ പറത്തിവിടുന്നതാണ്. ഇമേജ്. സോ ഈ ഒരു പേപ്പർ പ്ലെയിൻ പറത്തിവിടുന്ന വഴിയാണ്, അതിൽ നിന്നാണ് ഈ രണ്ടാമത്തെ പുള്ളി 2013 സ്റ്റാർട്ട് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുന്നത്. സോ സെക്കൻഡ് പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഏത് കൺട്രിയിലാണ് ബേസ് ചെയ്തിരിക്കുകയെന്ന് ചെയ്യുന്നതെന്ന് അറിയുമെങ്കിൽ ആ കൺട്രിയിലുള്ള ഒരു നോൺ ക്യാപിറ്റൽ സിറ്റി, ദ മോസ്റ്റ് ഒബ്വിയസ് നോൺ ക്യാപിറ്റൽ സിറ്റി ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. ഈസ്റ്റേൺ യൂറോപ്പില് ക്യാപിറ്റൽ അല്ലാത്ത സിറ്റീസ് അതിലെ മോസ്റ്റ് ഒബ്വിയസ് എല്ലാവർക്കും അറിയാം. സോ ആ പാവൽ ഡുറോ, നിക്കോളായ് ഡുറോ, ആ പേരുകൾ നോക്കുക, ഏത് കൺട്രി ആയിരിക്കും ഏകദേശം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഏത് കൺട്രിയിലായിരിക്കും ആ ടൈപ്പ് നെയിംസ് ഉണ്ടാവുക. ആൻഡ് സെക്കൻഡ് പാർട്ട് അത്രയും ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ആൻസറും കൂടെയാണ്. ആ പേപ്പർ പ്ലെയിനിന് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇവര് 2013 ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് പാർട്ട് മാത്രം മോൺ ചെയ്താൽ -5 കിട്ടും. ഫോട്ടോയിൽ സിറ്റി ഹെൽപ്ഫുൾ അല്ല. ഫോട്ടോന്ന് സെക്കൻഡ് പാർട്ട് മാത്രം ഹെൽപ്ഫുൾ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് ജസ്റ്റ് ഗോ ഫോർ എ മോസ്റ്റ് ഫേമസ് നോൺ ക്യാപിറ്റൽ സിറ്റി ഇൻ ഈസ്റ്റേൺ. ആരെങ്കിലും പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടോ? രണ്ടാമത്തെ പാർട്ട് മാത്രമായിട്ട് പോരാ. ഡയറക്റ്റ് വരുന്ന ടീം സി. പൗണ്ട്സ് ക്ലോസ്ഡ്. ന്യൂയോർക്ക് ആൻഡ് ടെലിഗ്രാം. സെന്റ് പീറ്റേഴ്സ്ബർഗ് ടെലിഗ്രാം. സെന്റ് പീറ്റേഴ്സ്ബർഗ് ആൻഡ് ടെലിഗ്രാം. ഫസ്റ്റ് ആൻഡ് ടു ടീം ഡി. സോ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആണ് ആ ഒരു നോൺ ക്യാപിറ്റൽ യൂറോപ്യൻ സിറ്റി. ആൻഡ് ടെലിഗ്രാമിന്റെ ഈ ഒരു പേപ്പർ പ്ലെയിൻ ഇൻസ്പിറേഷൻ ആയത് 2012 പുള്ളി പുറത്തോട്ട് വിട്ട പേപ്പർ പ്ലെയിൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ടീം സിക്ക് +5 ഉണ്ട്, ഒരു പാർട്ട് കണ്ടിട്ടുണ്ട്. സോ ടെലിഗ്രാം കറക്റ്റ് ആൻസർ ആണ്. ടീം സി +5 ആൻഡ് ടീം ഡി +5. ഓക്കെ, സ്കോർ ഒന്ന് ക്യുമുലേറ്റ് ചെയ്ത് പറയാമോ? ബൗൺസിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഗസ് പറയാം. മേ ബി ശരിയാവാം, കാരണം തെറ്റിക്കഴിഞ്ഞാലും ഒന്നും നഷ്ടപ്പെടാനില്ല. സോ വെറുതെ പാസ് ചെയ്ത് കളയാതെ എന്തെങ്കിലും ആൻസർ പറയാൻ വേണ്ടി നോക്കുക. സ്കോർ റെഡിയാണെങ്കിൽ സോ ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ ടീം എ ഗെറ്റ് 40 points. കറക്റ്റ് അല്ലെന്നുള്ള ടീം ചെക്ക് ചെയ്യുക. ടീം എ ഗെറ്റ് 40 points. ടീം ബി ഗെറ്റ്സ് 85 points. ടീം സി ഗെറ്റ് 15 points. ടീം ഡി ഗെറ്റ്സ് 85 points. ടീം ഇ ഗെറ്റ്സ് 5 points. ടീം എഫ് ഗെറ്റ്സ് 10 points. ടീം ജി ഗെറ്റ്സ് 30 points. ആൻഡ് ടീം എച്ച് ഗെറ്റ്സ് 65 points. അല്ലേ? ഓക്കെ. സോ ടീം ബിയും ഡിയും ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ 2 more rounds to go. ഓക്കെ, റൗണ്ട് 3 എഗെയിൻ ഒരു റിട്ടേൺ റൗണ്ട് ആണ്. നേരത്തെ ചെയ്ത പോലെ
ജസ്റ്റ് എഴുതിയതിനു ശേഷം പേപ്പർ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. ഇതിലെ ടോപ്പിക് എന്ന് പറയുന്നത് വേർഡ് പ്ലേസ് ആണ്. അതായത് ചിലപ്പോൾ ഇതില് എന്തെങ്കിലും ബിസിനസ് ഓർ എക്കണോമിക്സ് ഓർ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിരിക്കും. അതില് ആൻസറിൽ എന്തെങ്കിലും വേർഡ് പ്ലേ നടത്തിയതോ അല്ലെങ്കിൽ പണ്ണ് നടത്തിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ അത് ക്വസ്റ്റ്യനിൽ ഞാൻ പറയാം. സോ മൂവിംഗ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. This is an English term which was first mentioned in a 2008 book by Dr. Gobichand Kathragada to refer to the creation of new solutions to the problems in our country. Example, Tata, Nano, Oyo, etc. Financial Times has published 2 articles describing the impact of this process on the rest of the world. The term is a portmanteau of 2 words. Which term? അതായത് ഇതൊരു ഇംഗ്ലീഷ് ടേം ആണ് എനിക്ക് വേണ്ടത്. 2008 ഗോപിചന്ദ് കത്രഗഡ എന്ന് പറയുന്ന പ്രൊഫസറുടെ ബുക്കിലാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഈ ടേം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഒരു പോർട്ട്മാന്റോ ആണ്. പോർട്ട്മാന്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേംസ് കൂടിച്ചേർന്നുണ്ടാവുന്ന ടേംസിനാണ് പോർട്ട്മാന്റോ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഇന്റർനെറ്റും സിറ്റിസണും ചേർന്ന് നെറ്റിസം എന്ന് പറയുന്ന പോലെ 2 ടേംസ് 2 വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ടേം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് വേണ്ടത് ഈ ഒരു ടേം എന്താണെന്നാണ്. സോ ആ ടേമിന്റെ മീനിങ് തന്നെ അല്ലെങ്കിൽ ആ 2 വേർഡ്സ് എന്തായിരിക്കും കിട്ടാനുള്ള ക്ലൂ ആണ് ന്യൂ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി. സോ 2 വേർഡ്സ് ഏതൊക്കെ ആയിരിക്കും? ന്യൂ സൊല്യൂഷൻസ്, അതിനൊരു ടേം പറയും. ന്യൂ സൊല്യൂഷൻസ് ഓർ ഐഡിയാസ്, അതിനൊരു ടേം പറയും. അതേപോലെ ഇൻ അവർ കൺട്രി, അതിനും വേറൊരു ടേം പറയും. വേറൊരു ടേം ആക്കുക ജസ്റ്റ് ഇൻ അവർ കൺട്രി മീൻസ്. സോ ഈ 2 ടേമിനെയും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആൻഡ് ആ ന്യൂ സൊല്യൂഷൻ ഓർ ഐഡിയ എന്നുള്ളത് സെക്കൻഡ് വേർഡായിട്ട് കൺസിഡർ ചെയ്യണം. അതായത് 2 വേർഡ്സ്, ഈ 2 വേർഡ്സിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് അതിലെ ഫസ്റ്റ് വേർഡ് മീൻ ചെയ്യുന്നത് അവർ കൺട്രി എന്നുള്ള ഒരു മീനിങ് ഉള്ളൂ. ഇറ്റ്സ് എ പോർട്ട്മാന്റോ. വേണമെങ്കിൽ പണ്ണായിട്ട് പറയാമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ പോർട്ട്മാന്റോ. സോ അവർ കൺട്രി എന്നുള്ള ടേം ഒന്ന് വേറെ എന്തെങ്കിലും ഇത് നോക്കുക. വേണ്ടത് വേർഡ് പ്ലാൻ. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് അത് ആൻഡ് സെക്കൻഡ് വേർഡ് ന്യൂ ഐഡിയാസ് ഓർ സൊല്യൂഷൻസ്, ഇതിനെല്ലാം പറയുന്ന വേറൊരു വേർഡ്. സോ ഈ 2 വേർഡും കൂടി പോർട്ട്മാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേം കിട്ടും. സോ എന്താണെന്നത്. മൂവിംഗ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബ്ലാങ്ക് ഈസ് എ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ നിയർ മിലാൻ whose aim is to empower a special group of people who suffer from a certain medical condition by providing job opportunities through their restaurant. What is the name of this NGO, which is a wordplay on an international fast food chain? അതായത് ഇറ്റലിയിലെ മിലാനിൽ പ്രവർത്തിക്കുന്ന ഒരു NGOയുടെ പേരാണ് എനിക്ക് വേണ്ടത്. ഈ NGOയുടെ പേര്, ഈ NGO എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മെഡിക്കൽ കണ്ടീഷനിൽ സഫർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ അവർക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ചെയിൻ ആണ് ശരിക്കും. അപ്പൊ എനിക്ക് വേണ്ടത് ഈ മിലാനിലുള്ള ഈ ഒരു NGOയുടെ അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റോറന്റ് ചെയിന്റെ പേരെന്താന്ന് വേണ്ടത്. ഇവർ ഈ പേര് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഒരു ഇന്റർനാഷണൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻ. ആ ഫാസ്റ്റ് ഫുഡ് ചെയിന് 2 ടേമാണ്, 2 പാർട്ടുള്ള അല്ലെങ്കിൽ 2 വേർഡായിട്ട് പറയുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ ആണ്. അതിൽ ഫസ്റ്റ് വേർഡ് 5 ലെറ്ററും സെക്കൻഡ് വേർഡ് 3 ലെറ്ററുമാണ്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻ. ഈ ഫാസ്റ്റ് ഫുഡ് ചെയിനിൽ ഒരു വേർഡ് പ്ലേ നടത്തുക. അതായത് അതില് എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു ലെറ്റർ റിമൂവ് ചെയ്യുക. അപ്പോ മിലാൻ എന്നുള്ള ഒരു ക്ലൂ ആണ് ഏതായിരിക്കും ആ ഫാസ്റ്റ് ഫുഡ് ചെയിൻ എന്ന് കിട്ടാൻ, ഇന്റർനാഷണൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻ ഏതായിരിക്കും കിട്ടാൻ. മിലാനുമായി റിലേഷൻ ഉള്ള എന്തോ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ. സോ ആ ഒരു നെയിമില് ഒരു ലെറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മിലാനിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു NGOയുടെ പേര് കിട്ടും. ഇതിനകത്ത് ആ വേർഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ 7 ലെറ്ററിലെ ലാസ്റ്റ് 3 ലെറ്റർ റെഫർ ചെയ്യുന്നത് ഒരു അല്ലെങ്കിൽ അത് എന്ത് മെഡിക്കൽ കണ്ടീഷൻ ആണ് എന്നുള്ളതിന്റെ റെഫറൻസ് കൂടെയാണ് ലാസ്റ്റ് 3 ലെറ്റേഴ്സ്. ആ 7 ലെറ്റർ വേർഡ് പ്ലേ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആ 7 ലെറ്ററിൽ ലാസ്റ്റ് 3 ലെറ്റർ ആ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് കാണിക്കുന്നതിനുള്ള ഒരു അതെന്താന്ന് ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ കൊടുക്കുന്ന ഇൻഡിക്കേഷൻ. ഓക്കെ,
ഇൻഡിക്കേഷൻ കൊടുക്കുന്നതാണ് ഇത്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു 5-3 ലെറ്റർ സ്കീം വരുന്ന ഒരു ഇന്റർനാഷണൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻ റിലേറ്റഡ് ടു മിലാൻ ഏതാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ലെറ്റർ റിമൂവ് ചെയ്യുക. ലെറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ലാസ്റ്റ് 3 ലെറ്റേഴ്സ് refers to that medical condition. ഓക്കെ, മൂവിങ് ടു അതിലൊരു ഇമേജ് ഉണ്ടായിരുന്നു, സോറി. ഇതാണ് അവിടുത്തെ ഇമേജ്, അവിടെയുള്ള വർക്കേഴ്സ് ആണ്. സോ ഇമേജ് മെഡിക്കൽ കണ്ടീഷൻ ഏതാന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മേ ബി ഹെൽപ്ഫുൾ. എന്ത് ടൈപ്പ് മെഡിക്കൽ കണ്ടീഷൻ ആണ് അവർ സഫർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഇതാണ്. ഓക്കെ, moving to third question. A group of 5 friends started a logistic and supply chain company in 2011. They gained revenue by providing third-party logistics service to e-commerce companies. They named their company as a wordplay on the type of service that they are providing. The name is a direct reference to the Indian city which they are based in. Identify the company who became the kit sponsors of RCB 2024. അതായത് ഒരു ഇന്ത്യൻ സിറ്റിയിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് എനിക്ക് വേണ്ടത്. 2011 5 പേര് ചേർന്നിട്ടാണ് ഈ ഒരു ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ലോജിസ്റ്റിക് സപ്ലൈ ചെയിനിൽ ഉള്ള കമ്പനിക്ക് പേര് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് പ്ലേ ആണ്. അവർ എന്ത് ടൈപ്പ് സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സർവീസിൽ ഒരു ചെറിയൊരു വേർഡ് പ്ലേ നടത്തുമ്പോഴാണ് ഈ ഒരു കമ്പനിക്ക് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വേർഡ് പ്ലേ നടത്തി കഴിയുമ്പോൾ ഏത് സിറ്റിയിലാണ് ഇവർ ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ പേര് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മീൻസ് വേർഡ് പ്ലേ നടത്തി കഴിയുമ്പോൾ ഇവർ ഏത് സിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് ആ പേര് വായിച്ചാൽ മനസ്സിലാവും. എന്ത് ടൈപ്പ് ഇതാണ് ഒരു സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് സോ അതിലൊരു വേർഡ് പ്ലേ. ഓക്കെ, 2024 RCBയുടെ കിറ്റ് സ്പോൺസേഴ്സ് ആയിരുന്നു. Moving to last question. In the year 2029, Tinder launched a campaign in Delhi, Mumbai and Pune called Blank Blank. ഒരു ക്യാമ്പയിന്റെ പേരാണ് അത്. 7 letter and 5 letter ആണ് ഇതിന്റെ ലെറ്റർ സ്കീം. It aimed to rescue abandoned dogs and cats in India. For this, they made fake profiles of the animals with a fake name, age and etc. And through this profile, who are interested to adopt them can make contact with Tinder's puppy shelter. What could be the appropriate punny title from the campaign? അതായത് 2019 ടിൻഡർ ഒരു ക്യാമ്പയിൻ അവർ പുറത്തിറക്കിയിരുന്നു. ഇത് എന്തിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അബാൻഡൻ ആയിട്ടുള്ള ഡോഗ്സിനെ കാറ്റ്സിനെ ഒക്കെ താല്പര്യമുള്ളവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ക്യാമ്പയിനിൽ അതിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേം ആണ്. ഫസ്റ്റ് വേർഡ് 7 letter ആൻഡ് സെക്കൻഡ് വേർഡ് 5 letter. ഓക്കെ, സോ ഇത് ഒരു എന്തോ ഒരു ആക്ച്വൽ തിങ്ങിൽ പണ്ണ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്യാമ്പയിന്റെ പേരാവുന്നത്. സോ ഇത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ 5 പണ്ണ് ചെയ്യാത്ത ഒരു 7-5 ആക്ച്വൽ വേർഡ് ഉണ്ട്, അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആ 5 letter വേർഡ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടിൻഡറില് ടിൻഡർ, ബംബിൾ അല്ലെങ്കിൽ അതുപോലത്തെ എല്ലാ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും 2 പ്രൊഫൈൽ തമ്മിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം പറയും. ആ 5 letter വേർഡ് 2 പ്രൊഫൈൽസ് തമ്മിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുന്ന ഒരു പേരാണ്. ആ പേരിന്റെ കൂടെ ആക്ച്വലി ഇപ്പൊ ഹ്യൂമൻസ് തമ്മിലാണെന്നുണ്ടെങ്കിൽ ആ 5 letter വേർഡിന്റെ കൂടെ പറയുന്ന ടേം ആണ് 7 letter ടേം. എന്നിട്ട് ആ 7 letterൽ ഒരു ചെറിയൊരു പണ്ണ് നടത്തി കഴിഞ്ഞാൽ അനിമൽസ് തമ്മിൽ മാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ്. ഫസ്റ്റ് നീഡ് ടു ഐഡന്റിഫൈ ദാറ്റ് 5 letter term. 2 പ്രൊഫൈൽസ് തമ്മിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേര് പറയും. ഫസ്റ്റ് പേരിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇഫ് യു ഗെറ്റ് ദാറ്റ് സെക്കൻഡ്, ആ സെക്കൻഡ് ടേം എന്താണെന്ന് അറിയുമെങ്കിൽ ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിൽ ആക്ച്വലി പറയുന്ന ടേം ഉണ്ട്. അതിന്റെ കൂടെ 7 letterൽ ഈ 5 letter വേർഡിന്റെ കൂടെ ഫ്രണ്ടിൽ ഈ 7 letter വേർഡ് കൂടെ ചേർത്തിട്ടാണ് ഹ്യൂമൻസിന്റെ കാര്യത്തിൽ പറയാറ്. ആ 7 letter വേർഡിൽ ഒരു ചെറിയൊരു പണ്ണ് നടത്തി കഴിഞ്ഞാൽ അനിമൽസിന്റെ കേസിൽ ഉള്ളൊരു സാധനം. ഓക്കെ, ഒരു ടീം ഒബ്ജക്ഷൻ വിളിച്ചിട്ടുണ്ട്. ഇമേജ് ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു ടിൻഡർ അന്നത്തെ അവർ ചെയ്ത ഇത്. ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഫൈലും
അബാൻഡൻ ആയിട്ടുള്ള ഡോഗ്സിലും കാറ്റ്സിലും ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽ ഇട്ടിട്ട് ഒരു സംഭവമാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഉള്ള ന്യൂ സൊല്യൂഷൻസും പ്രോബ്ലംസും ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോസസ് എന്ന് പറയുന്ന ഒരു ടേം ഒരു പോർട്ട്മാറ്റോ ആണ്. സോ എന്തായിരിക്കും അത്? ന്യൂ സൊല്യൂഷൻസ് ആൻഡ് ഐഡിയാസ് ടു ദ പ്രോബ്ലം ഇൻ അവർ കൺട്രി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിലാനിലുള്ള ഈ ഫുഡ് ചെയിൻ്റെ ഒരു NGOയുടെ പേരെന്താണെന്നാണ്. ഒരു ഇന്റർനാഷണൽ ഫുഡ് ചെയിനിൽ പണ്ണല്ല ഒരു വേർഡ് പ്ലേ നടത്തി കഴിയുമ്പോൾ, അതായത് ആക്ച്വലി ഒരു ലെറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 7 ലെറ്റർ ടേം കിട്ടും. അതിലെ ലാസ്റ്റ് 3 ലെറ്റർ എന്ന് പറയുന്നത് ഇവരുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനിൽ എന്താണെന്നുള്ള ഒരു റെഫറൻസ് ആണ്. മൂന്നാമത്തത് ഒരു ഇന്ത്യൻ സിറ്റി ബേസ് ചെയ്തിട്ടുള്ള സപ്ലൈ ആൻഡ് ലോജിസ്റ്റിക് ചെയിൻ കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേര് അവർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനിയുടെ പേര് വായിച്ചു കഴിഞ്ഞാൽ ഏത് ഇന്ത്യൻ സിറ്റി ആണെന്ന് മീൻസ് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണ് അവർ ആ പേര് കൊടുത്തത്. 2024 RCBയുടെ കിഡ് സ്പോൺസേഴ്സ് ആയിരുന്നു ഈ ഒരു കമ്പനി. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിലാണ് അവർ ഒരു വേർഡ് പ്ലേ നടത്തിയത്. ഓക്കെ, സോ ലാസ്റ്റ് വൺ, ടിൻഡർ ലോഞ്ച് ചെയ്ത ഈ ഒരു ക്യാമ്പയിന്റെ പേരെന്താണ്? 5 ഹ്യൂമൻസിന്റെ കാര്യത്തിലൊക്കെ പ്രൊഫൈല് 2 പ്രൊഫൈലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുന്ന ഈ ഒരു 5 ലെറ്റർ വേർഡ് അതിന്റെ കൂടെ ചേർത്ത് പറയുന്നത് 7 ലെറ്റർ വേർഡ്. ആദ്യം ആ 7 and 5 ആയിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ 7 ലെറ്റർ വേർഡിൽ ഒരു പണ്ണ് നടത്തി കഴിഞ്ഞാൽ, പണ്ണെന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ മാറുന്നതാണ്, ഓർ ഒരു സൗണ്ട് ചേഞ്ച് ചെയ്യുന്നതും ആവാം. ഒന്നെങ്കിൽ സൗണ്ട് ചേഞ്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ ചേഞ്ച് ചെയ്യുന്നതാവാം. സോ അതാണ് പൺ. സോ അങ്ങനെ ഒരു പണ്ണ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു പേര് കിട്ടും. പുതിയ ടൈറ്റിൽ 7 ലെറ്റേഴ്സ് ആണ്. ഒന്നെങ്കിൽ ഒരു ലെറ്റർ റിമൂവ് ചെയ്ത് പറയേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ സൗണ്ട് തന്നെ ചേഞ്ച് ചെയ്തായിരിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വീണ്ടും എടുക്കണ്ടല്ലോ? ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്തു. ടീം CND EF GMH. എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്തില്ലേ? ഓക്കെ, സോ ഗോയിങ് ടു ആൻസേഴ്സ്. ഏതായിരിക്കും? കുഡ് ബി 2 വേർഡ്സ് ഏതൊക്കെ ആയിരിക്കും? ഓക്കെ, ഇന്ത്യ ആൻഡ് ഇന്നോവേഷൻ കൂടി ചേർന്നാൽ ഇറ്റ്സ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ 10 പോയിന്റ് കൊടുക്കുക, ഇന്നോവേഷൻ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ. സെക്കൻഡ് വൺ, മിലാൻ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇത് പിസ ഹട്ടിൽ ഒരു വേർഡ് പ്ലേ നടത്തി കഴിഞ്ഞാൽ പിസോട്ട്. ഒരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ ആണ്. സോ ആ ലാസ്റ്റ് 3 ലെറ്റർ എന്ന് പറയുമ്പോൾ AUT മീൻസ് ഓട്ടിസത്തിലോട്ടുള്ള റെഫറൻസ് ആണ്. നോ, പിസ ഹട്ടിൽ ഒരു വേർഡ് പ്ലേ നടത്തേണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഏത്? ദിസ് ഇസ് ഡെലിവറി. ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, ഡെലിവറി സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഡെലിവറി. നെക്സ്റ്റ് വൺ 2019 ക്യാമ്പയിന്റെ പേര്. നൈസ് ട്രൈ ബട്ട് നോട്ട് നൈസ് ട്രൈ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, 2 ഹ്യൂമൻ പ്രൊഫൈലാണ് ഓക്കെ എന്നുണ്ടെങ്കിൽ മാച്ചിങ് ആണ്. സോ മാച്ച് എന്നാണ് 5 ലെറ്റർ വേർഡ്. സോ ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ് മാച്ച്. അനിമൽസിന്റെ കേസിൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് മാച്ച്. പെർഫെക്റ്റ് മാച്ച് എന്നുള്ളത് പെർഫെക്റ്റ് മാച്ച് ആയിട്ട് പറയും. ദാറ്റ് വാസ് ദ ക്യാമ്പയിൻ ബൈ ടിൻഡർ. സോ ഓക്കെ, തിരിച്ച് ചെയ്തു. ഓക്കെ, സ്കോർ. ഓക്കെ, ടീം A gets nothing. Team B gets 30 points. Team C gets nothing. Team D gets 30. Team E gets 0. Team F 0. Okay. Okay. Team G gets 0. Team H gets 30. So Team B, D, and H gets 30 points. Others get 0. Okay. Score okay.
ടോട്ടൽ ഒന്ന് ആഡ് ചെയ്ത് പറയാം. Last round 10 question counts and counts. Score ready. Okay. Team A get 40. Total score ആണ് വായിക്കുന്നത്. Team A 40, Team B 115, Team C 50, Team D 150, 50. Okay. Team E gets 5, Team F 10, Team G 30, Team H 95. Score okay. So still Team B and D gets 115 points. Two competition ആണ്. ലാസ്റ്റ് റൗണ്ടിലോട്ടാണ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസിൽ പൗണ്ട്സ് ആൻഡ് പൗണ്ട്സ് ആണ്. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ. അതിൽ ടീം എച്ചിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ടീം എച്ചിനോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അൽ മക്താദ് ഗ്രൂപ്പ് ഈസ് എ ജ്വല്ലറി ഗ്രൂപ്പ് ഓൺഡ് ബൈ മുഹമ്മദ് മൻസൂർ. They are aiming to open 99 gold stores across UAE and Canada. They have named their outlet as Al Qadir, Al Quddus, Al Malik, Al Jalil, Al Ali, Al Shakur, etc. What are their names of? അതായത് കേരളത്തിൽ UAE-ലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ജ്വല്ലറി ഗ്രൂപ്പാണ് അൽ മുക്താദിർ. ഈ അൽ മുക്താദിനെ പ്ലാൻ ചെയ്യുന്നത് ഏകദേശം 99 സ്റ്റോറുകൾ, ഗോൾഡൻ ഔട്ട്ലെറ്റ്സുകൾ തുടങ്ങുക എന്നുള്ളതാണ് അവരുടെ എയിം. സോ ഇവരുടെ സ്റ്റോറിനെല്ലാം നെയിം ചെയ്തേക്കുന്നത് അൽ ഖാദിർ, അൽ ഖുദ്ദൂസ്, അൽ മാലിക്, അൽ ജലീൽ, അങ്ങനെ പല പേരുകളാണ്. സോ എന്തുകൊണ്ടാണ് ഇവർ ഈ 99 തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അൽ മുക്താദിർ എന്നുള്ള പേരിന് പകരം അവര് ഓരോ സ്റ്റോറിനും ഇങ്ങനത്തെ ഓരോ പേരാണ് കൊടുക്കുന്നത്? സോ എന്താണ് ഇതിന്റെ റീസൺ? ആരെങ്കിലും കോൺസിയുന്നുണ്ടോ? 99 ബിഗ് ടു UAE and Kerala. ആരെങ്കിലും കൗണ്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ടീം ജി ബൗൺസ് ചെയ്തിട്ടുണ്ട്. ബൗൺസ് ക്ലോസ് ഡയറക്റ്റ് ടു ടീം എച്ച്. To name all the 99 stores after the different names of Allah. That's a correct answer. ഖുർആൻ പ്രകാരം അള്ളാഹുവിന്റെ 99 പേരുകളാണ് അൽ ഖാദിർ, അൽ റഹ്മാൻ, അൽ റഹീം, അൽ മാലിക് എന്നുള്ളത്. ടീം ജി നെക്സ്റ്റ് ട്രൈ ആയിരുന്നു. 99 നൈറ്റ്സ് ഓഫ് അലാവുദ്ദീൻ ആണ് അവർ ചെയ്തത്. ബട്ട് ടീം ജി ഗെറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലി -5, ടീം ജി -5 and ടീം എച്ച് +10. Next question direct to Team G. Okay. Cultifit is a Bangalore-based fitness brand founded in 2015 and it became India's first fitness unicorn. Which 15th century artwork is the inspiration behind the logo of Cultifit? Cultifitന്റെ ഈ ഒരു ലോഗോ ശ്രദ്ധിക്കുക. ഈ ഒരു ലോഗോയില് ലോഗോ 15ാം നൂറ്റാണ്ടിലുള്ള ഏതൊരു ആർട്ട് വർക്കിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ലോഗോ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എന്തിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ ഏത് ആർട്ട് വർക്കിന് ഇൻസ്പയർ ആയിട്ടാണ് കൾട്ടിഫിറ്റ് ഈ ഒരു ലോഗോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, ടീം എച്ച് കൗൺസി. നോ, എക്സാക്ട് നെയിം. ഞാൻ ഒരു ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് എ പെയിന്റിംഗ്, ഇറ്റ്സ് എൻ ആർട്ട് വർക്ക്. ആരെങ്കിലും കൗൺസി? ഡയറക്റ്റ് ടീം ജി ആണ്. പ്രോപ്പർ നോൺ. Team H already bounced. എനിക്കൊരു ആർട്ട് വർക്കിന്റെ പേരാണ്. സോ പൗൺസ് ക്ലോസ് ഡയറക്റ്റ് ടു ടീം ജി. That's a correct answer. Team D gets +10. This is Vitruvian Man by Leonardo da Vinci.
So team D gets plus 10 and team S gets plus 10 on pounds. Okay. Oh yeah. Third question. This company was originally established in 1889 to specifically provide British soldiers with high quality khaki trousers during the conflict. Primarily manufactured in Londonderry, Ireland. Essentially outfitting the British troops fighting in the war with their clothing. In 1997, they launched its operation in India and in 2000s. It was acquired by Aditya Birla Group, which brand? അതായത് 1889 ഒരു വേർഡ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. സോ 1889 ഫസ്റ്റ് ബോയർ വാർ നടക്കുമ്പോഴാണ് അതിലെ ബ്രിട്ടീഷ് സോൾജേഴ്സിന് കാക്കി ട്രൗസർ, ഹൈ ക്വാളിറ്റി കാക്കി ട്രൗസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അയർലൻഡിലെ ലണ്ടൻഡറി ആയിരുന്നു. ഇവിടുന്ന് കാക്കി ട്രൗസേഴ്സ് ഉണ്ടാക്കുന്നതായിരുന്നു, മാനുഫാക്ചർ ചെയ്യുന്നതായിരുന്നു ഇവരുടെ ഡ്യൂട്ടി. സോ 1997 ഈ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 2000 ആദിത്യ ബിർള ഗ്രൂപ്പ് ഈ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. സോ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ഈ ഒരു കമ്പനി. സോ ഏത് കമ്പനിയാണ് 1889 ബോയർ വാറിൽ ബ്രിട്ടീഷ് സോൾജേഴ്സിന് കാക്കി ട്രൗസേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കമ്പനി. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ബോയർ വാർ എന്നാണ് ഇതിലെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നമ്മളെ കണക്ഷൻ ഉള്ളത്. സെക്കൻഡ് പാർട്ട് രണ്ടാമത്തെ ബോയർ വാർ 1899 നടന്നത്. ആ സമയത്ത് ആ ഒരു വാർഫെയറിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ എന്തോ ഒരു എസെൻഷ്യൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. സോ ആ ഒരു എസെൻഷ്യൽ സർവീസ് റീസെന്റ് ബ്ലിങ്കിറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഏതാണ് അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഫേമസ് ഇന്ത്യൻ സെക്കൻഡ് ബോയർ വാറിൽ ഈ ഒരു എസെൻഷ്യൽ സർവീസ് സ്റ്റാർട്ട് ചെയ്ത? ഓക്കെ എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ട് ബ്രിട്ടീഷ് ക്ലോത്തിങ് ബ്രാൻഡ്, ബ്രിട്ടീഷ് സോൾജേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്ലോത്തിങ് ബ്രാൻഡ്, ട്രൗസേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത്. ബ്രിട്ടീഷ് ട്രൗസേഴ്സിന്റെ ക്ലോത്തിങ് ബ്രാൻഡ് ആണെന്ന് കാണിക്കാനുള്ളത് ബ്രിട്ടീഷ് സോൾജേഴ്സിന് കൊടുക്കാൻ. സോ പറയാൻ പറ്റില്ല, ഒബ്ജക്ഷൻ വെച്ചിട്ടുണ്ട്, ഒരു കണക്ഷൻ ഇല്ല. സോ ഫസ്റ്റ് പാർട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ബോയർ വാറിൽ, ഫസ്റ്റ് ബോയർ വാറിലാണ് ഈ ഒരു ബ്രാൻഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ആയത്. സെക്കൻഡ് ബോയർ വാറിൽ ഒരു ഫേമസ് ഇന്ത്യൻ വേറെ എന്തോ ഒരു എസെൻഷ്യൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. സർവീസ് എന്താന്ന് പറഞ്ഞ പോലെ ഫേമസ് ഇന്ത്യൻ. സെക്കൻഡ് പാർട്ടിന് ജസ്റ്റ് അല്ല, ബോയർ വാർ എവിടെയാണ് നടന്നതെന്ന് അറിയുമെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ബ്രിട്ടീഷ് സോൾജേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഡയറക്ട് ടു ടീം സി. രണ്ട് പാർട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഓക്കെ. ടീം ജി പൗൺസ്. വേറെ ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പൗൺസ് ടോസ് ഡയറക്ട് ടു ടീം സി. സെക്കൻഡ് പാർട്ട് മഹാത്മാഗാന്ധി ആംബുലൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പാർട്ട് പീറ്റർ ഇംഗ്ലണ്ട്. Get you 10 points. This is പീറ്റർ ഇംഗ്ലണ്ട്. പീറ്റർ ഇംഗ്ലണ്ട് ബോയർ വാറിലെ സോൾജേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ട്രൗസേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ബോയർ വാർ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വാറാണ് ബോയർ വാർ. സോ സൗത്ത് ആഫ്രിക്കയിൽ 1899 വാർഫെയറിൽ ആദ്യമായിട്ട് ആംബുലൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഗാന്ധിജിയാണ്. സോ റീസെന്റ് ബ്ലിങ്കിറ്റ് ഉത്തർപ്രദേശിൽ ആംബുലൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പോയിന്റ്സ് ടീം ബി ഗെറ്റ്സ് +10 ആൻഡ് ടീം ജി ഗെറ്റ്സ് -5. ബാക്കിയാർക്കും പോയിന്റ് ഇല്ല. ടീം ജി +10, ടീം ബി +10 ആൻഡ് ടീം ജി -5. Okay. Going to fourth question. Recently, or in January 2025, Bengaluru Metro opened their yellow line route, and to beautify it, Namma Metro decided to paint the pillars. These paintings are homage to the vibrant cultural heritage of the state, and the workers of the city included Yakshagana performers, Paura Karmikas, plumbers, engineers, tailors, etc. Identify the products which inspired these depictions. അതായത് 2025 ജനുവരിയിൽ ബംഗളൂരു മെട്രോനെ വിളിക്കുന്ന പേരാണ് നമ്മ മെട്രോ. സോ ഈ നമ്മ മെട്രോ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ യെല്ലോ ലൈൻ സ്റ്റാർട്ട് ചെയ്തു, പുതിയ റൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ റൂട്ട് ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്
അവരുടെ മെട്രോ പില്ലേഴ്സ് എല്ലാം പെയിന്റ് ചെയ്തു. ഈ പെയിന്റിങ്ങിൽ കാണിച്ചിരിക്കുന്ന ഡെപ്പിക്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ കർണാടകയിലെ ഉള്ള കൾച്ചറൽ ഹെറിറ്റേജ്, അതുപോലെ യക്ഷഗാന പെർഫോമേഴ്സ്, പൗരകാർമികാസ്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, ഇവരെയൊക്കെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ പെയിന്റ് ചെയ്തത്. സോ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇമേജ് കാണിക്കാം. ഈ ഒരു പെയിന്റിങ്ങില് എന്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് പെയിന്റിങ് വരച്ചിരിക്കുന്നതാണ് ഇമേജ് ഈസ് റിയലി ഹെൽപ്ഫുൾ. ബാംഗ്ലൂരിലെ ആ മെട്രോ പില്ലേഴ്സിൽ വരച്ചിട്ടുള്ള പെയിന്റിങ്സ് ആണ്. സോ ഇതില് ഓരോ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. സോ ടൈലേഴ്സ് ഉണ്ട്, മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കിച്ചൺ വർക്കേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സോ ഇവരൊക്കെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് പെയിന്റിങ്സ് വരച്ചത്. കീവേഡ് വേണം. അതായത് ഈ പെയിന്റിങ്സ്, പില്ലറിൽ വരച്ചിട്ടുള്ള ഈ പെയിന്റിങ്സ് കാണിച്ചിരിക്കുന്നത് അവിടുത്തെ വർക്കേഴ്സിനോടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജിനോടുള്ള ഒരു ഹോമേജ് ആയിട്ടാണ്. എന്ത് സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അല്ലെങ്കിൽ എന്ത് തിങ്ങിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ബാംഗ്ലൂർ മെട്രോ ഈ ഒരു പെയിന്റിങ്സ് വരച്ചിരിക്കുന്നത്? പ്രോപ്പർ നമ്പർ, സ്പെസിഫിക് പ്രോപ്പർ നമ്പർ. ഇപ്പൊ ടീം ജി നോട്ട്സ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്. അതിന് ഇമേജ് അത്ര ഹെൽപ്ഫുൾ ആണ്. ഇതേപോലെ കാണുന്ന എന്തോ ഒരു സംഭവം അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്. പ്രോപ്പർ നമ്പർ. കർണാടക ഒരു ടീം ആൾറെഡി കോൺസ് ചെയ്ത് അവരുടെ എക്സ്ട്രാ ക്ലൂ തരുന്നില്ല. സോ കർണാടകയില് ഇത്രയും ഡയറക്ടർ ടീം എ. ടീം ജി ആൾറെഡി കോൺസ്. വേറെ ആരെങ്കിലും കോൺസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ചെയ്യുന്നുണ്ടോ? ഓക്കെ, പോൺസ്. ഓക്കെ, പാസിംഗ് ടു ആൾറെഡി പൗൺസ് ചെയ്തിരിക്കുന്ന ടീം ബിയും ജിയും മാത്രമാണ്. മറ്റേ ഡോൾസ് ഉണ്ടല്ലോ, ഊരി 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 വെക്കുന്ന ഡോൾസ്. മൈസൂർ ഡോൾസ്. എട്ടിക്കൊപ്പ നോ. ടീം ബിയും ജിയും ആണ് പൗൺസ് ചെയ്തിട്ടുള്ളത്. ബോത്ത് ടീം ഗെറ്റ്സ് ഫസ്റ്റ് ടൈം. സോ ഓഡിയൻസ് എന്തായാലും ഓക്കെ. ദിസ് ഈസ് ചന്നപട്ടണ ടോയ്സ്. മൈസൂരിലുള്ള ഒരു ഗ്രാമമാണ് ചന്നപട്ടണ. സോ ചന്നപട്ടണ ടോയ്സ് എന്ന് പറയുന്നത് ഒരു GI ടാഗഡ് പ്രൊഡക്റ്റ് ആണ്. കർണാടകയുടെ റൂറൽ എക്കോണമിയിലെ വലിയ റോൾ വഹിക്കുന്ന സാധനമാണ് ചന്നപട്ടണ ടോയ്സ്. സോ ഇതിൽ നിന്നുള്ള ഡെപ്പിക്ഷൻ ആയിട്ടാണ്, ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ബാംഗ്ലൂർ മെട്രോ അവരുടെ പില്ലർ പെയിന്റ് ചെയ്തിട്ടുള്ളത്. സ്കോർ ടീം ബിയും ജിയും ഗെറ്റ്സ് ഫസ്റ്റ്, ബാക്കി പോയിട്ടില്ല. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. In Soviet Russia, vodka was considered as a national drink. During the 1980s, the government introduced 2 vodka brands named after 2 persons. First one was the person who invented the scientific formula of 40% alcoholic vodka and fixed the standard measure of the vodka as the former legal metrology head. He is considered as the father of Russian vodka. Who? First part എന്താ വെച്ച് കഴിഞ്ഞാല് സോവിയറ്റ് റഷ്യയില് വോഡ്ക എന്ന് പറയുന്ന ഒരു നാഷണൽ ഡ്രിങ്ക് പോലെ. ഈ വോഡ്ക 1980s ആയപ്പോൾ റഷ്യൻ ഗവൺമെന്റ് 2 വോഡ്ക ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിലെ ഫസ്റ്റ് ബ്രാൻഡിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയോടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ആ വോഡ്കയ്ക്ക് ആ പേര് കൊടുത്തിരുന്നത്. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 40% ആൽക്കഹോളിക് വോഡ്ക എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കെമിക്കൽ ഫോർമുല പുള്ളി കണ്ടുപിടിച്ചു. അതിന് പുറമെ അവിടുത്തെ ലീഗൽ മെട്രോളജിയുടെ ഹെഡായിട്ട് ഈ വ്യക്തി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പുള്ളിയായിരുന്നു വോഡ്കയുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡിസൈഡ് ചെയ്ത് തന്നത്. സോ ഇതിനൊരു ആദരസൂചകമായിട്ടാണ് പുള്ളിയുടെ പേരിൽ ഈ ഒരു വോഡ്ക നെയിം ചെയ്തത്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ വോഡ്കയുടെ പേരെന്താണ്? രണ്ടാമത്തെ വോഡ്ക നെയിം ചെയ്തിരിക്കുന്നത് 1947 എന്തോ ഒരു ഇൻവെൻഷൻ നടത്തിയിട്ടുള്ള ഒരു
പേഴ്സണോടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെക്കൻഡ് ഉള്ള ആളുടെ പേരിലുള്ള ആ ഒരു വോഡ്ക, ആ വോഡ്ക എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ആണ്. അതിന്റെ പാക്കേജിങ് ഒരു റെഫറൻസ് ആയിട്ടാണ് നടക്കുന്നത്. സോ ഇമേജ് ഇസ് റിയലി ഹെൽപ്ഫുൾ. ഫസ്റ്റ് വണ്ണില് ആ ഒരു ബോട്ടിൽ കാണുന്ന പിക്ചർ ആണ് ഈ ഒരു പേഴ്സൺ. പുള്ളിയാണ് 40% ആൽക്കഹോളിക് വോഡ്കയ്ക്കുള്ള കെമിക്കൽ ഫോർമുല ഉണ്ടാക്കി, അതുകൊണ്ട് പുള്ളിയുടെ പേരിൽ നെയിം ചെയ്തു. സെക്കൻഡ് വൺ 1947 എന്തോ ഒരു ഇൻവെൻഷൻ നടത്തിയ ഒരു പേഴ്സൺ ആണ്. എനിക്ക് വേണ്ട പേഴ്സന്റെ നെയിമാണ്. 2 പേഴ്സൺസ്, ടീം ഡി ബൗൺസി. സർനെയിം ഇട്ടാലും മതി. ടീം ഡി ബൗൺസ് ചെയ്തു. ഡയറക്ട് ടു ടീം എ ആണ് ഗെയിം വരിക. ഫസ്റ്റ് പാർട്ട് 40% കെമിക്കൽ ഫോർമുല, 40% ആൽക്കഹോളിക് കൊടുക്കടെ കെമിക്കൽ ഫോർമുല ഉണ്ടാക്കിയ ഒരു വ്യക്തി ഒരു ടീം ആൾറെഡി ബൗൺസ് ചെയ്തു. അല്ലെങ്കിൽ ടൈം ലൈൻ കൂടെ തരായിരുന്നു. ടെക്സ്റ്റ് 1980s വോഡ്ക ഇറക്കിയെന്നുള്ളൂ. ഈ പേഴ്സൺസുമായിട്ട് നോ കണക്ഷൻ. റഷ്യയില് കെമിക്കൽ ഫോർമുല കണ്ടുപിടിച്ച പേഴ്സൺ. സെക്കൻഡ് പാർട്ട് ആ ഇമേജില് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 1947 നടത്തിയ ഒരു ഇൻവെൻഷന്റെ ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ ഒരു സാധനം. ഇൻവെൻഷൻ പോരാ, അതിന്റെ പേഴ്സൺസ് നെയിം. ഇൻവെൻഷൻ അറിയെങ്കിൽ ആ പേഴ്സൺ നെയിം ഒബ്വിയസ് ആണ്. ആ പാക്കേജിങ്ങും ബോട്ടിൽ എങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻവെൻഷൻ എന്താണെന്ന് കിട്ടും. സോ ഇൻവെൻഷൻ അറിയെങ്കിൽ ക്വസ്റ്റിന് പോകുന്നതിനെ സംബന്ധിച്ച് അറിയുന്ന നെയിമാണ്. ടീം ഡി മാത്രമാണ് ബൗൺസ് ചെയ്തിട്ടില്ല. വേറെ ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ? Phones closed. Direct to team A. Second part uncheck. Okay. ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞിട്ടില്ല. Going to team H. 2 പേഴ്സൺ. ഫസ്റ്റ് ആ ബോട്ടിൽ കാണുന്ന ആളാരാണ്. സെക്കൻഡ് വൺ ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ട്. First one Zernov. Second one Anatoly Kalashnikov. Okay. Okay. एक अलग. Need a person's name. Sarnovin Kalashnikov. D already bonds. Mendeleevum Kalashnikov. Team B will get a first time. This is Dmitry Mendeleev. Periodic table under Dmitry Mendeleev ആണ് first part. And second part AK-47 കണ്ടുപിടിച്ച Mikhail Kalashnikov. But I need Kalashnikov. So team D gets first time on pounds. Team B gets first time. പിന്നെ Kalashnikov എന്ന് പറയുന്നത് team H ന് 5 points. So around 1947 AK-47 AK means automated Kalashnikov 1947. സോ അതിനുള്ള ട്രിബ്യൂട്ട് ആയിട്ടാണ് അവർ ബോട്ടിൽ പോലും AK-47 രൂപത്തിൽ ഇറക്കിയിട്ടുള്ളത്. പോയിന്റ് ഓക്കെ അല്ലേ? Moving to 6th question. In 2024 December, Titan unveiled a special Unity edition watch as a tribute to a famous Indian who achieved a certain feat 40 years ago. Its dial, a stunning midnight blue, features a spectacular view of India. Who is the person in the question? അതായത് 2024 ഡിസംബറിൽ ടൈറ്റൻ ഒരു സ്പെഷ്യൽ എഡിഷൻ വാച്ച് ഇറക്കി. ഈ വാച്ച് 40 വർഷങ്ങൾക്ക് മുമ്പ്, അത് 2024 ഡിസംബറിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് മാസം വരെ ഏകദേശം 40 years ago എന്തോ ഒരു നേട്ടം കൈവരിച്ച ഇന്ത്യക്കാരനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് ഈ ഒരു വാച്ച് ഇറക്കിയത്. ഈ വാച്ചിന്റെ ഡയൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റണ്ണിങ് മിഡ് നൈറ്റ് ബ്ലൂ കാണിക്കുന്നത് ഇന്ത്യയുടെ ഒരു സ്പെക്ടാക്കുലർ വ്യൂവിനാണ്. ഇമേജ് ഉണ്ട്.
സോ ഇതാണ് ഇമേജ്. ക്ലോസ് ലുക്ക് എടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഇത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണ് ഇറക്കിയത്? 40 years ago എന്തോ ഒരു നേട്ടം കൈവരിച്ചു. ഓക്കെ, ടീം ബി ബൗൺസ് ചെയ്തു. ഓക്കെ, ടീം ഡി ബൗൺസ് ചെയ്തു. ഓക്കെ, ടീം ബി ഡി ആൻഡ് എച്ച് ബൗൺസ്. ടീം ജി ബൗൺസ്. ബി ഡി ജി ആൻഡ് എച്ച് ബൗൺസ്. ഡയറക്ട് ടു ടീം എ. ബി ആണ് നടത്താൻ ശ്രമിക്കുക. സോ ഞാൻ ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ബൗൺസ് ക്ലോസ്. ടീം എ. എനിക്ക് പേഴ്സൺസ് നെയിം. 40 കൊല്ലം മുമ്പ് എന്തോ ഒരു അച്ചീവ്മെന്റ് കിട്ടിയ ഒരു ഇന്ത്യക്കാരന്റെ പേര് എന്നറിയില്ല. എച്ച് ബൗൺസ്, ജി ബൗൺ, എഫ്. വി രാമൻ. ഇന്ത്യക്കാരന്റെ നെയിം. ടീം സി സെറ്റ് രാകേഷ് ശർമ്മ. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ ആൻഡ് ദേ വിൽ ഗെറ്റ് 10 points. 1984 രാകേഷ് ശർമ്മ സ്പേസിൽ പോയ ആദ്യ ഇന്ത്യക്കാരനായി. സോ അതിൻ്റെതായിട്ടാണ് സ്പേസിൽ നിന്നുള്ള ഇന്ത്യയുടെ ലുക്കാണ് ആ ഒരു ഡയലിൽ കൊടുത്തിട്ടുള്ളത്. സോ ടീം ബി, സി, ഡി, ജി ആൻഡ് എച്ച് വിൽ ഗെറ്റ് എ question. ബി, സി, ഡി, ജി ആൻഡ് എച്ച്. Score okay, yeah. Moving to the next question. 7th one. Heavy Metal is a book about the environmental issues faced by the local population in the Indian hill station of Kodaikanal after mercury poisoning from a factory. The plant had been letting out mercury vapors into the atmosphere and disposing of mercury-laden waste to local scrap dealers. What object or equipment was manufactured in this factory? Due to this severe pollution, 28 people were died, and after the protest, the factory was shut down. Which Mumbai headquartered FMCG company was the owner of the plant? അതായത് ഹെവി മെറ്റൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. സി ആണ് ആൻസർ ചെയ്തത്. സോ ഡയറക്ടർ ടീം ബി. ഹെവി മെറ്റൽ എന്ന് പറയുന്ന ബുക്ക്. ഈ പുസ്തകം പറയുന്നത് കൊടൈക്കനാലിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊല്യൂഷനെ പറ്റിയുള്ള കഥയാണ്. പൊല്യൂഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കൊടൈക്കനാലില് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൊടൈക്കനാലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കമ്പനി മർക്കുറി യൂസ് ചെയ്തിട്ടാണ് എന്തോ ഒരു സാധനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. സോ ഈ കമ്പനി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലോട്ട് മർക്കുറി ഇവാപറേറ്റ് ചെയ്യലും അതുപോലെ ചുറ്റുപാടിലൊക്കെ പരിസ്ഥിതിയിൽ നല്ല രീതിക്ക് മർക്കുറി പൊല്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് പാർട്ട് എന്ത് സാധനമാണ് ഇവര് മർക്കുറി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്? അത് ആ ബുക്കിന്റെ ഇമേജ് നോക്കി കഴിഞ്ഞാൽ ഇമേജിൽ അവിടെ റെഡ് കളറിൽ ബ്ലാങ്ക് ചെയ്തേക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അവിടെ ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അത് സ്പിൽ ചെയ്തിട്ട് പുറത്തോട്ട് വന്ന മർക്കുറിയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് കമ്പനി ആയിരുന്നു ഈ ഒരു കൊടൈക്കനാലില് ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയിരുന്ന കമ്പനി. സോ സെക്കൻഡ് പാർട്ടിനുള്ള ക്ലൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു FMCG കമ്പനിയാണ്. സോ ഇന്ത്യയിലെ മോസ്റ്റ് ഫേമസ് FMCG കമ്പനി ഏതായിരിക്കും? മുംബൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള FMCG മീൻസ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ലൈക്ക് കോസ്മെറ്റിക്സ്, ടോയ്ലറ്ററീസ്, എല്ലാ ഐറ്റംസും യൂസ് ചെയ്യുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. സോ FMCG കമ്പനിയാണ്. സോ ഏത് കമ്പനിയാണ് ഈ ഒരു മർക്കുറി പൊല്യൂഷൻ അവിടെ നടത്തിയത്? ആൻഡ് ഫസ്റ്റ് പാർട്ട് ഏത് കമ്പനിയാണ്, എന്ത് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു കമ്പനിയോട് ഉണ്ടാക്കിയത്? ഇമേജ്. സോ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഹെൽപ്ഫുൾ, നോട്ട് ഷുവർ. ഒരു FMCG കമ്പനിയാണ്. ഒരു സാധനം തന്നെ, ഒരു ഒബ്ജക്റ്റ് ആണ്. അത് ജസ്റ്റ് പൊട്ടിയിട്ട് അതിന് പുറത്തോട്ട് വരുന്നതാണ്. ടീം ജി ബൗൺസ് ചെയ്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും ബൗൺസ് ചെയ്തിട്ടുണ്ടോ? ഡയറക്ടർ ടീം എ ആണ്. ഒരു തവണ ബൗൺസ് ചെയ്ത് പിന്നെ മാറ്റാൻ പറ്റും. ഓക്കെ, ടീം എച്ച് ബൗൺസ്. ഇന്ത്യയിൽ മാത്രം പറയാനില്ല, ആൾറെഡി ടീംസ് ബൗൺസ് ചെയ്തത് പറയാനില്ല.
മുംബൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഒരു FMCG കമ്പനി. സോ നിലവിൽ സ്പോൺസർ ചെയ്യുന്നത് ബി സി എൻ ലാസ്റ്റ്. ഓക്കെ. ടീം ജി ആൻഡ് എച്ച് സ്പോൺസർ ചെയ്തു. ടീം ജിയും എച്ചും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടീം എ സ്പോൺസിങ്. ഓക്കെ. എയും എച്ചും ജിയും ആയി. ഡി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ FMCG കമ്പനി ആയിരുന്നു. What could be the product? Pond's stores. A, D, G and H Pond's. So direct to team. Equipment is thermometer. Company Hindustan Unilever. That's the correct answer. Team G gets +10. Team G and B gets +10. Team A, H and D gets a -5. Team B യും G യും +10. Team A, D and H gets -5. തെർമോമീറ്റർ ആണ് അവരോട് ഉണ്ടാക്കിയിരുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയിരുന്നു കൊടൈക്കനാലിൽ മെർക്കുറി പ്ലാൻ ഉണ്ടാക്കി ഈ ഒരു തെർമോമീറ്റർ പ്ലാൻ ഉണ്ടാക്കിയത്. FMCG എന്ന് അതുകൊണ്ട് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ആൻ ഇലക്ട്രോണിക് കമ്പനി. ട്യൂബ് ലൈറ്റിനായിരുന്നു ടീം ഡി സ്പോൺസർ ചെയ്തത്. ബാക്കിയുള്ള ടീംസ് ടീം എച്ചും എയും സ്പോൺസർ ചെയ്തത് ITC ആൻഡ് തെർമോമീറ്റർ. സ്കോർസ് ടീം ബിയും ജിയും +10. ടോട്ടൽ സ്കോർ എത്ര? ഓക്കെ. 3 ദിവസം കൂടി ഉണ്ട്. സോ സ്കോർ ഒന്ന് Team A 35 points, Team B 165 points, Team C 25 points, Team D 140 points, Team E 5 points, Team F 10 points, Team G 50 points, and Team H 130 points. Score okay? Okay, 125. Last one. So Team H 125. Score okay? Point 8. One of the weirdest sponsorship contracts in football history was when Atletico Madrid was sponsored by X between 2003 and 5. By that agreement, Atletico were made to change their jersey every time X releases their products. Due to this, they had to change their jersey 16 times in 2003-04 season alone. Identify the sponsor. അതായത് 2003-05 സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്പോൺസർ ആയിരുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി ഓരോ തവണയും അവരുടെ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ അത് എന്തൊരു പ്രൊഡക്റ്റ് ആണ് സംതിങ്. സോ അവരുടെ ഓരോ പ്രൊഡക്റ്റ് റിലീസ് ആകുമ്പോഴും ഇവര് ഓരോ പുതിയ ജേഴ്സി ഇറക്കിക്കൊണ്ടിരുന്നു. 2003-04 സീസണിൽ മാത്രം 16 തവണ അത്ലറ്റിക്കോ മാഡ്രിഡിന് പുതിയ ജേഴ്സി ഇടേണ്ടി വന്നു. ഈ ഒരു കാരണം കൊണ്ട് ഏത് കമ്പനിയായിരുന്നു ഒരു സ്പോൺസേഴ്സിനാണ് വേണ്ട ഇമേജ് ഉണ്ട്. സോ 2003-04 സീസണിലെ ഇതാണ്. ഓരോ തവണയും മാറ്റിയ ജേഴ്സീസ് ആണ്. സോ ജേഴ്സീസിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് വിൽ ബി ഹെൽപ്ഫുൾ. ക്ലോസ് ലുക്ക് എടുക്കാം വേണമെങ്കിൽ.
ക്ലോസ് ലുക്ക് എടുക്കേണ്ടവർ നോക്കാം. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ 2003-04 സീസണിലെ ജേഴ്സീസ് ആയിരുന്നു. ഇതേപോലത്തെ 16 ജേഴ്സീസ് 2003-04 സീസണിൽ മാത്രം ഇറക്കി. സോ ഏത് കമ്പനി അവരുടെ ഓരോ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓരോ ജേഴ്സി ഇറക്കിയത്. ജേഴ്സിയുടെ എഴുതികൾ വേണേ വായിക്കാം. ഹെൽബോയ്, അനാക്കൊണ്ട, സ്പൈഡർമാൻ. മുതൽ 5 സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് സ്പോൺസർ ആയിരുന്ന ഒരു കമ്പനി. ഈ ഒരു കമ്പനി ഓരോ തവണ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഓരോ ജേഴ്സീസ് അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുത്തുകൊണ്ടിരുന്നു. 2003-04 സീസണിൽ 16 തവണ ഇവരുടെ പ്രൊഡക്റ്റ് ഇറങ്ങി. അതുകൊണ്ട് 16 തവണ ഇവരുടെ ജേഴ്സി മാറ്റി. അങ്ങനെ മാറ്റി 16 ജേഴ്സീസിൽ ഒരു 3 ഇമേജിൽ ഇട്ടിട്ടുള്ളത്. സോ ആ ഇമേജിലുള്ള ആ 3 പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ഏത് കമ്പനി ആയിരിക്കും ഈ ഒരു സംഭവം ഇറക്കിയത്, അല്ലെങ്കിൽ ഏത് കമ്പനിയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അന്നത്തെ പാർട്ട്നേഴ്സ്. ഓക്കെ, സ്പോൺസർ ചെയ്തു ടീം എച്ച് സ്പോൺസർ ചെയ്തു. ഓക്കെ, കമ്പനിയുടെ നെയിമാണ് ഹെൽബോയ്, അനാക്കൊണ്ട, സ്പൈഡർമാൻ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ഇവര് എന്തൊക്കെ പ്രൊഡക്റ്റ്, ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് റിലീസ് ആയത് ഭാഗമായിട്ടാണ് ഇറക്കിയത്. സോ ഏത് കമ്പനിയാണ് ആ പേരിലൊക്കെ പ്രൊഡക്ട്സ് ഇറക്കിയത്. സോ ടീം എച്ച് സ്പോൺസർ ചെയ്തു. ആ വർഷം മാത്രം 16 തവണയാണ് അവർക്ക്, ആ ഒരു സീസണിൽ മാത്രം 16 തവണയാണ് അവർക്ക് ജേഴ്സി മാറ്റേണ്ടി വന്നത്. ലാസ്റ്റ് ഓക്കെ. സോ ഡയറക്റ്റ് ടീം എക്കാണ്. ടീം എച്ച് സ്പോൺസർ ചെയ്തു. മോഡിഫൈ ചെയ്യുന്നുണ്ടോ? മനസ്സിരുന്നില്ല, ബൗൺസിലേക്ക് വേണ്ടില്ല. ടീം ഡി ബൗൺസ് ചെയ്തു. ഓക്കെ, ടീം ഡി ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടീം ജി, എച്ച് ആൻഡ് ഡി ബൗൺസ് ചെയ്തിട്ടുണ്ട്. വേറെ ആരും ബൗൺസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ബൗൺസ് ക്ലോസ് ഡയറക്റ്റ് ടീം എ. ഓക്കെ, സോണി 5. ടീം ജി ബൗൺസ് ചെയ്തു. ടീം എഫ് നൈക്ക് സി, സിക്കോ, പ്ലേബോയ് നോട്ട് പ്ലേബോയ്. ടീം എച്ചും സോണി പിക്ചേഴ്സാണ് ചെയ്തത്. ശരിക്കും ഇത് മൂവീസ് റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഒരു മൂവി പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു ഇവരുടെ സ്പോൺസേഴ്സ്. സോണി പിക്ചേഴ്സ് ഒരു പാർട്ടായിരുന്നെങ്കിലും ബട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്പോൺസർ ചെയ്തത് നോട്ട് സോണി പിക്ചേഴ്സ്. സോ അതുകൊണ്ട് ടീം എച്ചിന് മൈനസ് കൊടുക്കുന്നില്ല. ആൻസേഴ്സ് കൊളംബിയ പിക്ചേഴ്സ്. ടീം ഡി ഗെറ്റ്സ് +10 and team G gets a -5. So team G gets -5 and team D gets a +10. Okay, next activity to A can. 9th, Warren Anderson was an American businessman who got arrested in the daylight of December 4, 1984, and he was released immediately due to the pressure from the US authorities. He was declared a fugitive from justice by the Chief Judicial Magistrate on February 1, 1992 for failing to appear at the court hearings. Finally, in 2010, he closed the case by paying $470 million. Why did Anderson get arrested? അതായത് 1984
ടീം ഡി പോൺസ്. ഓക്കെ, ടീം ബി പോൺസ് ചെയ്തിട്ടുണ്ട്. ഇത് പറയാം. 1984 ഡിസംബർ 4 ഒരു അമേരിക്കൻ ബിസിനസ്മാൻ ആയിട്ടുള്ള വാരൻ ആൻഡേഴ്സനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടീം ബിയും ഡിയും മാത്രമേ നിലവിൽ പോലീസുള്ളൂ. 1984 ഡിസംബർ 4 ഈ പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ US അതോറിറ്റീസിന്റെ പ്രഷർ മൂലം ഈ വ്യക്തിയെ വിട്ടയക്കേണ്ടി വന്നു. ഈ വ്യക്തിയെ തുടർന്ന് 1992 ഫെബ്രുവരി 1 കോടതി ഒരു പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി കോടതിയിൽ വരാൻ വേണ്ടി ഹിയറിംഗിന് വിളിക്കുമ്പോഴൊന്നും വരാതിരുന്നു. അത് കാരണം ഈ പുള്ളിയെ പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു. ഏറ്റവും അവസാനം 2010 $470 മില്യൺ കൊടുത്തുകൊണ്ടാണ് ഈ പുള്ളി കേസ് ക്ലോസ് ചെയ്തിട്ട് അവിടുന്ന് ഊരിപ്പോയിരുന്നത്. സോ എന്തുകൊണ്ടാണ് 1984 ഡിസംബർ 4 ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് വേണ്ടത്. ടീം ബിയും ഡിയും ബൗൺസ് ചെയ്തിരുന്നു. വേറെ ബൗൺസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, പോൺസ് വാസ് ഡയറക്ട് ടീം എ. ഇല്ല, ഓൾറെഡി ടീം ബിയും ഡിയും ബൗൺസ് ചെയ്തുകൊണ്ട് വേറെ കൂടുതൽ തരുന്നില്ല. 1984 ഡിസംബർ 4 പുള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? സ്മഗ്ലിംഗ്. ടീം എച്ച്. Okay, nothing to do with World Wide Web. Stock market manipulation. Not stock market manipulation. D already wants. Team C. Not alteration. Team B gets a -5. The answer is ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ നടന്ന യൂണിയൻ കാർബൈഡിന്റെ CEO ആയിരുന്നു വാരൻ ആൻഡേഴ്സൺ. ഇത് മൂലമാണ് 1984 ഡിസംബർ 4 പുള്ളി അറസ്റ്റ് ചെയ്ത്. പുള്ളി അറസ്റ്റ് ചെയ്ത് ഭോപ്പാലിലെ പോലീസാണ്. അതാണ് ഞാനവിടെ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഒരു ടീം എന്താ ബാക്കി ടീംസ് എല്ലാം വഴിതെറ്റി പോയത്. ടീം ഡി ഗെറ്റ്സ് എ +10. ടീം ഡി +10. ടീം ബി -1. ഡി +10, ബി -1. സോ 2010 ഇതിന്റെ നഷ്ടപരിഹാരമായിട്ടാണ് $400 മില്യൺ കൊടുത്തുകൊണ്ടാണ് ഈ കേസ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മുമ്പ് എങ്ങനെ സ്കോർ ഒന്ന് നോക്കണം. സ്കോർ ജസ്റ്റ് ഒന്ന് Team A 35, Team B 160, Team C 25, Team D 160, Team E 5 points, Team F 10 points, Team G 45, Team H 125. So last question, Team B and D same scoring ഉണ്ട്. So next one കഴിഞ്ഞ ആരും ആൻസർ ചെയ്തിട്ടില്ല. So direct taking to Team A. So moving to the last question. Hindustan Latex Limited is a public sector company established in the year 1966 and located in Thiruvananthapuram. They are the largest producer of a certain item for the last 5 decades in the country. What is their major product which can protect the nation from a silent disaster? During their initial years, they gave an appropriate name to their product, which became controversial and forced to change it because it shares its name with an INC leader. What was the older name? അതായത് 1966 തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ്. ഇവർ കഴിഞ്ഞ 50 വർഷത്തോളമായിട്ട് ഈ കൺട്രിയിലെ എന്തോ ഒരു പ്രൊഡക്റ്റിന്റെ ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ് ആണ്. എന്ത് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. Their major product which can protect the nation, protect in courts, protect the nation from a silent disaster. Second part, during their initial years, they gave an appropriate name to their product which became controversial. അതായത് ഇവർ തുടങ്ങിയ കാലത്ത് 1960കളുടെ അവസാന കാലത്ത് ഈ കമ്പനി അവരുടെ പ്രൊഡക്റ്റിന് ഒരു പേര് കൊടുത്തു. ഈ പേര് അത്യാവശ്യം കോൺട്രവേഴ്സി ആയത് മൂലം ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് പ്രഷർ വന്നതിനെ തുടർന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. സോ എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര് അന്നത്തെ ഒരു
ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡറുടെ പേരായിരുന്നു. ഇതുകൊണ്ടാണ് ഇവർക്ക് ആ പേര് ചേഞ്ച് ചെയ്യേണ്ടി വന്നത്. സോ ഫസ്റ്റ് പാർട്ട് എന്ത് പ്രൊഡക്റ്റ്, സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു ആ ലീഡറുടെ പേര് അല്ലെങ്കിൽ എന്തായിരുന്നു കൊടുത്താൽ ഇനീഷ്യലൊക്കെ ബാക്കിയെല്ലാം ഷെയർ ചെയ്യുന്നത്. എന്റെ പ്രോഡക്റ്റ് നെയിം ഫസ്റ്റ് പാർട്ട് ഒരു ഒബ്ജക്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ. സെക്കൻഡ് വണ് ഈ ഒരു പ്രൊഡക്റ്റിന് ആദ്യം കൊടുത്ത പേര് ഒരു പഴയ കോൺഗ്രസ് ലീഡറുടെ പേരായിരുന്നു. ഇത് മൂലം കോൺട്രവേഴ്സി ആയി. അതുകൊണ്ട് ഗവൺമെന്റ് പ്രഷർ കൊടുത്തിട്ട് ഈ ഒരു നെയിം ചേഞ്ച് ചെയ്തു. പ്രോപ്പർ കോൺഗ്രസ് ലീഡറിന്റെ നെയിമാണ്. ഫസ്റ്റ് പാർട്ട് എന്താന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് പേര് കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു കോൺഗ്രസ് ലീഡർ ഒന്നുണ്ടായിരുന്നു. സോ ടീം ജി പോൺസ്, ടീം ബി പോൺസ്. വേറെ ആരെങ്കിലും പോൺസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ടീം ബി ബൗൺസ് ചെയ്തു, ജി എം ബൗൺസ് ചെയ്തു. വേറെ ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് പാർട്ട് ജസ്റ്റ് എ പ്രോഡക്റ്റ്, സെക്കൻഡ് പാർട്ട് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡർ തന്നെ. ഡി ബൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം ഡി ബൗൺസ് ചെയ്യും. ഡയറക്ടർ ടീം എ ചെയ്യുന്നു. ടീം എച്ച് ഫസ്റ്റ് പാർട്ടിന് കോണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടീം ഇ കോണ്ടം ആൻഡ് രാജീവ് ഗാന്ധി. ഡി ബൗൺസ്. ഓഡിയൻസിന് എന്തെങ്കിലും? ദിസ് ഈസ് ഇന്ത്യൻ കോണ്ടം ആൻഡ് കാമരാജ്. സോ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ കോണ്ടംസിന്റെ ആദ്യം കൊടുത്തിരുന്ന പേര് കാമരാജ് എന്നായിരുന്നു. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു കാമരാജ്. ഇതിനെ തുടർന്ന് ആ പേര് മാറ്റി പിന്നീട് ഇപ്പൊ കാണുന്നത് നിരോധ് എന്നുള്ള പേരിലാക്കി. സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദി ക്വിസ്. സ്കോർ സോറി, ടീം ബി ഗെറ്റ്സ് ഫസ്റ്റ്. പറയാൻ മനസ്സിലല്ലോ. ടീം ഡി ഗെറ്റ്സ് ഫസ്റ്റ്. Team B and D gets first time. ഓക്കെ, ടൈ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു 7 ക്വസ്റ്റ്യൻസ് ടൈ ബ്രേക്കർ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ടൈ ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ സാറിന് ഓക്കെ 7 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടും ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ടൈ. സോ 7 ദിവസം കഴിഞ്ഞിട്ട് ഇതാവുന്നില്ലെങ്കിൽ സോ നിലവിലെ സ്കോർ സ്കോറേഴ്സ് നോക്കാം.
the end of the quiz, we have team A with 35 points, team B 170 points, team C 25 points, team D 170 points, team E 5 points, team F 10 points, team G 45 points, and team H 125 points. Okay, so whatever, team H secured third place. So first and second position നമുക്ക് ടൈ ഉണ്ട്. സോ ടൈക്ക് വേണ്ടിയിട്ട് ഒരു 7 ക്വസ്റ്റ്യൻസിന് അടുത്ത് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതിൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഓക്കെ, അല്ല ജസ്റ്റ് സെവൻത് പോലെ അല്ല, മീൻസ് രണ്ട് ടീം എഴുതുക, ഫസ്റ്റ് ആദ്യം കിട്ടുന്നു. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ അതിൽ വരും. ആ ടൈമിൽ രണ്ട് ടീം എഴുതാൻ ഓപ്ഷൻ ഉണ്ട്. ഒരു ടീം ശരിയാക്കി തെറ്റി കഴിഞ്ഞാൽ നോട്ട് -5. ശരിയാവുന്ന ടീമിന് ഒരു ടീം തെറ്റി ഒരു ടീം ശരിയാവണമെങ്കിൽ ശരിയായ ടീം ഓക്കെ കയറി. രണ്ട് ടീം തെറ്റിച്ച് കഴിഞ്ഞാൽ again നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, തെറ്റിയാ മൈനസ് ഇല്ല. സോ ടൈ ബ്രേക്കറിന് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. In November 2024, Wipro introduced an artificial intelligence and automation platform that uses cognitive computing to help business improve efficiency, economics, and experience. The technical team of Wipro was inspired from IBM concept and thus created this AI to counter its opponents. What is the appropriate name given to this AI? അതായത് വിപ്രോ ഇറക്കിയ ഒരു എയുടെ പേരെന്താണ്? ഇത് IBM വാട്സിനെ ഇൻസ്പയർ ആയിട്ടാണ് ഉണ്ടാക്കിയത്. സോ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ആ കോൺസെൻസ് റൗണ്ടിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈസി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ടൈ ബ്രേക്കറിലോട്ട് ഇട്ട് മേ ബി രണ്ട് ടീമിനും ആൻസർ ചെയ്യാം. ഒരു സർനെയിമാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, വിചാരിച്ചത് തന്നെ ഈസിയാണ്. ഓഡിയൻസ് അല്ലെങ്കിൽ ദിസ് ഈസ് ഹോംസ്, രണ്ട് ടീമും കറക്റ്റാണ്. വിപ്രോ ഹോംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്രെഡിങ് ജോയ് ആരുടെ ബുക്കാണ്? സ്പ്രെഡിങ് ജോയ്. ഓക്കെ, എഗെയിൻ രണ്ട് ടീമും ഓക്കെ. ടൈ ബ്രേക്കറിലുള്ള ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് എൻറ്റിറ്റി ബേസ്ഡ് ഇൻ കൊച്ചി ഓൺസ് ദിസ് ചിപ്സ് ബ്രാൻഡ്? ക്രേവിൻ എന്ന് പറയുന്ന ഒരു ചിപ്പ് ബ്രാൻഡാണ്. സോ ഏത് കമ്പനിയാണ് ഈ ഒരു സാധനം ഇറക്കുന്നത്? ഓക്കെ, ഓഡിയൻസ്, ദിസ് ഈസ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ചിപ്സ് കമ്പനിയാണ്. നെക്സ്റ്റ് വൺ, HPMC എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിക്കവാറുള്ള റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ കാണാവുന്ന അല്ലെങ്കിൽ കുറെ അങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സ്റ്റാളാണ്. ഇതിലെ ആപ്പിൾ പ്രൊഡക്ട്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഇതിൽ HP സ്റ്റാൻഡ്സ് ഫോർ? ഓക്കെ ഓക്കെ, എങ്ങനെ രണ്ട് ടീം കിട്ടിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്. ഫിഫ്ത്ത് വൺ, സോ ഇത് 2016 പുറത്തിറങ്ങിയ ഒരു കന്നഡ സിനിമയാണ്. സോ എനിക്ക് ഈ സിനിമയുടെ ടൈറ്റിൽ എന്താണെന്നാണ് വേണ്ടത്. ഇമേജ് ഇസ് റിയലി ഹെൽപ്ഫുൾ. അത് കന്നഡയിലുള്ള പേരാണ്, അത് ജസ്റ്റ് മറിച്ച് പോകും. ലെറ്റർ സ്കീം ടൈ ആയതുകൊണ്ട് ഞാൻ ലെറ്റർ സ്കീം പറയുന്നില്ല. ഇമേജ് ഇസ് ഹെൽപ്ഫുൾ. ഇറ്റ്സ് എ ബിസിനസ് ക്വിസ്. കന്നഡയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒരേ പേര് തന്നെയാണ്. വേണമെങ്കിൽ ക്ലോസ് ലുക്ക് എടുക്കാം. ഓക്കെ, രണ്ട് ടീമും അഗെയിൻ കറക്റ്റാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് പ്രീമിയർ പത്മിനി. ഓക്കെ, 6 ലോഗോ ഓഫ്, വളരെ സിമ്പിൾ സാധനം. എന്റെ റിജക്ട് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ടൈയിലോട്ട് ഇട്ടതാണ്. ഓക്കെ ഓക്കെ, ശരി. ലാസ്റ്റ് അഗെയിൻ ഷെയർ ചെയ്യേണ്ടി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്ചേഞ്ച് ഓഫ് സർട്ടൻ എൻക്ലേവ് ടെറിട്ടറീസ് ടു ബംഗ്ലാദേശ്. സെക്കൻഡ് വൺ എന്താണെന്നാണ് എനിക്ക് വേണ്ടത്. തേർഡ് വൺ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഫോർത്ത് വൺ, 10% റിസർവേഷൻ ഫോർ EWS. ഫിഫ്ത്ത് വൺ, റിമൂവ്ഡ് റിസർവ് സീറ്റ്സ് ഫോർ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കമ്മീഷൻ.
സോ എനിക്ക് വേണ്ട സെക്കൻഡ് വണ്ണിൽ ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സംഭവം എന്താണെന്നാണ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ടി വരും. എക്സ്ചേഞ്ച് ഓഫ് സർട്ടൻ എൻക്ലേവ് ടെറിട്ടറീസ് ടു ബംഗ്ലാദേശ് എഴുതുന്നുണ്ടോ? ഓക്കെ, ടീം ബി എന്തായാലും എഴുതിയിട്ടുണ്ട്. എന്താണ് സെക്കൻഡ്? വായിക്കാനാണോ? എക്സ്ചേഞ്ച് ഓഫ് സർട്ടൻ എൻക്ലേവ് ടെറിട്ടറീസ് ടു ബംഗ്ലാദേശ്. സെക്കൻഡ് വൺ എന്താന്ന് വേണം? തേർഡ് വൺ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഫോർത്ത് വൺ 10% റിസർവേഷൻ ഫോർ EWS. ലാസ്റ്റ് വൺ റിമൂവ് റിസർവ് സീറ്റ്സ് ഫോർ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കമ്മീഷൻ. 5 seconds കൂടെ. ഓക്കെ, ടീം ബി കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ടീം ഡി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻഡ്മെന്റ്സ് സെക്കൻഡ് വൺ 101ാമത്തെ അമെൻഡ്മെന്റിലാണ് GST വരുന്നത്. സോ ദാറ്റ് വാസ് ദ കറക്റ്റ് ആൻസർ. സോ ടീം ബി ഗെറ്റ്സ് ഫസ്റ്റ് പ്രൈസ്. ടീം ഡി second, team gets third prize. So hope you all guys enjoyed the quiz. Thank you. As we come to the grand conclusion of Colloquy version 24, I stand before you with immense gratitude and a heart full of appreciation. This fest was not just an event, it was a celebration of intellect, creativity and collaboration, and none of it would have been possible without each and every one of you. To our participants from various colleges, you are the very soul of Colloquy. Your enthusiasm, energy and competitive spirit have truly elevated this fest to new heights. Your dedication and passion inspire us, and we are honored to have hosted such brilliant minds. A heartfelt thank you to our faculty, alumni and sponsors, the pillars of this fest. Your unwavering support, guidance and generosity have been instrumental in making Colloquy version 24 a resounding success. We are privileged to have such a strong and supportive community behind us. As we bid farewell to this edition of Colloquy, let's carry forward the connections we have built, the knowledge we have gained and the memories we have created. Thank you once again for being a part of this incredible journey. Next, I call upon our Joint Secretary, Aksa Media Thomas, for announcing the prizes. Thank you, Aksha. I call upon our principal, Dr. Rani B. Varghese, and our HOD, Dr. Minnie Joseph ma'am, and other faculty members onto the stage for distributing the prize ceremony. Business quiz. The third prize goes to chess number BQ07, Muhammad Basir G. Krishnaganan, Ignore. BQ07, Muhammad Basir G. Krishnaganan, Ignore. Second prize goes to PQ02, Nikhil Sundar M. Vishwanath Vinod, Sacred Heart College, Tevara. Chess number BQ02, Nikhil Sundar M. Vishwanath Vinod, SH College, Tevara. The first prize goes to Business Quiz BQ04, Gokul Tejas Menon, Cochin University of Science and Technology. Chess number BQ04, Gokul Tejas Menon, Cochin University of Science and Technology. Vocal solo. The second prize goes to chess number VS01,
Richa Mary Jacob, CMS College, Kottayam. I repeat, chest number VS01, Richa Mary Jacob, CMS College, Kottayam. The second prize goes to chest number VS05, Ashwin Sasi, SB College, Changnasheri. I repeat, chest number VS05, Ashwin Shashi, SB College, Changnasheri. I request anyone from the same college to get the prize from our principal. Business idea presentation. The second prize goes to chest number BIP02, Pavitra Manoj, Angel and Binoy, Chitra Krishnan of Basilis College, Kottayam. Chest number BIP02, Pavitra Manoj, Angel and Binoy, Chitra Krishnan, Basilis College, Kottayam. The first prize goes to chest number BIP01, Gautam Krishnan B, Sacred Heart College, Tevara. I repeat, chest number BIP01, Gautam Krishnan B, Sacred Heart College, Kottayam, Tevara. Comshrats, we have an consolation prize, chest number COM03, Milu Elsa Thomas, Aparna Rajiv, Irene Mary Cherian of Basilius College, Kottayam. I repeat, chest number COM03, Milo Elsa Thomas, Aparna Rajiv, Irene Mary Cherian of Basilius College, Kottayam. Next, business management team, best management team. The second prize for best management team goes to chest number BMT05, JP Sajid, Roshan Reggie Sam, Kevin Matthews, Snehal George, Basilius College, Kottayam. I repeat, chest number BMT05, JP Sajid, Roshan Reggie Sam, Kevin Matthews and Snehal George, Basilius College, Kottayam. The first prize for best management team goes to chest number BMT09, Sandra Suresh, Hanan Zaina B, Shruti E, Noah Sojan, Basilius College, Kottayam again. I repeat, chest number BMT09, Sandra Suresh, Hanan Zainab, Shruti E and Noah Sojan of Basilius College, Kottayam. These were the event prize distribution. Now the most awaited prize distribution comes here. The runners-up of the Commerce Colloquy version 24 goes to, any guesses from your side? Any guesses? It goes to Sacred Heart College, Tevara. The runners-up for Commerce Colloquy version 24 goes to Sacred Heart College, Kottayam, Tevara. The most awaited prize of the year for the Commerce Colloquy version 24, the overrolling trophy. The overall trophy goes to, any guesses? Any guesses? Louder please, any guesses? Yes, you have got that right. It's Basilius College, Kottayam. Give us a huge round of applause for Basilius College, Kottayam. I request all the participants and all the members from Basilius College, Kottayam to come forward and take a trophy.
The champions of Commerce Colloquy version 24 goes to Basilius College, Kottayam. Thank you so much and congratulations to all the prize winners. Thank you. I invite our secretary Anagha Madhu for the vote of thanks. Good evening, everyone. It is my privilege to stand here and express my heartfelt gratitude to everyone who made today's event soundful. First and foremost, I would like to extend our deepest thanks to our respected Principal Reni P. Varghese for his constant guidance, support and encouragement. Thank you, sir. I would also like to express my sincere gratitude to our head of the department, Miss, for her dedication and unwavering support. Thank you, ma'am. A special thank you goes to our teacher in charge, Anuroja Miss, for your hard work and meticulous planning behind the scenes. Your constant dedication ensured the smooth running of the event, and we are thankful for your efforts. Thank you, Miss. I would also like to thank all the participants for their involvement to creative encouragement, contribution, and made this event vibrant and memorable. Thank you all. And sincere thanks goes to all the faculties, coordinators, sponsors. They are title sponsor Foresight Solutions, associate sponsors Highway Restaurant, Pink Passion, Selection, and our alumni sponsor Emmanuel Jacob for their invaluable support and collaboration. In addition, I would also like to share my sincere thanks to SG Pro Audio for providing us with best equipment. Thank you all. Lastly, thank you to everyone present here for being a part of this event. Your support and encouragement mean a lot to us. Thank you. Let us all raise up for the national anthem. भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल वंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे